ഹലോ, വെൽക്കം. നമ്മൾ ഒരു പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യാണ്. ഇത് ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് EET 201 എന്ന് പറഞ്ഞാൽ KTUവിൻ്റെ തേർഡ് സെമസ്റ്ററിൽ വരുന്ന സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സബ്ജക്റ്റിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ ഒരു പ്രീ റിക്വസൈറ്റ്, അത് പഠിക്കാൻ പോകുന്നതിന് മുമ്പേ നമ്മൾ ബ്രഷപ്പ് ചെയ്യേണ്ട, നമ്മൾ ഫുള്ളി റിവൈസ് ചെയ്യേണ്ട പ്രീ റിക്വസിറ്റ് വീഡിയോ ആയിട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് ജസ്റ്റ് പ്രീ റിക്വസിറ്റ് വീഡിയോ മാത്രമല്ല. സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്കിൻ്റെ പ്രീ റിക്വസിറ്റ് എന്താണ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ചിട്ടുള്ള EST 130A ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾസും അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സുമാണ്. ഓക്കെ, സോ ഓൾറെഡി ഞാൻ EST 130A ബേസിക് ഇലക്ട്രിക്കലിൻ്റെ കുറേ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും മൊഡ്യൂൾ 1 ഞാൻ ചെയ്തിട്ടില്ല. ആ മൊഡ്യൂൾ 1 ആയിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. സോ ഇത് ഒരു 2 എയിമുള്ള വീഡിയോ ആണ്. ഇതിൽ ഈ വരുന്ന ഒരു 3-4 വീഡിയോസിൽ ഞാൻ EST 130Aയുടെ മൊഡ്യൂൾ 1ഉം കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ മൊഡ്യൂൾ 1 കവർ ചെയ്യുന്ന പോർഷൻസ് എല്ലാം EET 201 പഠിക്കുന്ന ഒരു കുട്ടിക്ക് വേണ്ട പ്രീ റിക്വസിറ്റ് കൂടെയാണ്. ഓക്കെ, സോ anyhow we are directly going to the topics. സമയം നമുക്ക് ഏറെ കളയാൻ പറ്റില്ല. നമ്മുടെ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് എല്ലാ എലമെൻസിനെയും, റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇതൊക്കെ എലമെൻസ് ആണ്. ഇതിനെയൊക്കെ പറ്റി ഉള്ള കുറേ തിയറീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ വരുന്ന സബ്ജക്ട്സിൽ. ഓംസ് ലോ, KVL, KCL നമുക്കറിയുന്നതാണ്. അതുകൂടാതെ തിയറംസ് ഉണ്ട്, തെവനിൻ തിയറം, നോർട്ടോൺസ് തിയറം. ഇതൊക്കെ ഇത്തരം ഒരു സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന, എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന തിയറംസ് ആണ്. ഓക്കെ, ഈ തിയറംസ് ഒക്കെ നമ്മൾ പഠിക്കുന്നത് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഒക്കെ ചില അസംഷൻ്റെ ബേസിലാണ്. ആ തിയറംസ് എല്ലാം അപ്ലിക്കബിൾ ആയിട്ടുള്ള ചില എലമെൻസിൻ്റെ പേര് നമ്മൾ അതിൻ്റെ ഫസ്റ്റ് ലൈനിൽ പറയും. നിങ്ങൾ പഠിച്ച് തുടങ്ങുന്നവരാണെങ്കിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇനി പഠിക്കാൻ പോകുമ്പോൾ ഒക്കെ നിങ്ങൾ ഇത് കേൾക്കും. അപ്പോൾ ഒക്കെ നിങ്ങൾ ഞാൻ ഈ പറഞ്ഞ കാര്യം ഓർക്കണം. അതിലൊക്കെ നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ ഇതിലും ഉണ്ടാവും ഒരു ലീനിയർ, ഫോർ എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക്. എല്ലാത്തിലും ഇങ്ങനെയാണ് പറയാം. അപ് ടു ദ ലാസ്റ്റ് മൊമെൻറ്റ് ഓഫ് ഫിനിഷിങ് ദ എൻറ്റയർ BTech ലൈഫ്, മെനി ഓഫ് അസ്, അത് ഞാൻ കുട്ടികൾ, സ്റ്റാഫൊന്നും അല്ല പറയുന്നത്, നമ്മളൊക്കെ പഠിച്ചപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ പറയും, എനി ലീനിയർ ബൈലാറ്ററൽ നെറ്റ്വർക്ക് എന്നൊക്കെ പറയും. പക്ഷേ നമുക്ക് എന്താ ലീനിയർ, എന്താ ഈ ബൈലാറ്ററൽ, അല്ലെങ്കിൽ എന്താ ഈ ആക്റ്റീവ് എന്നൊന്നും അറിയുന്നുണ്ടാവില്ല. സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പറയും. അപ്പോൾ ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പിൽ എത്തുമ്പോൾ ആദ്യം സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കും. സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ നല്ല തത്ത പറയുന്ന പോലെ പറയും. സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സെൻറ്റൻസ് അവർ ചോദിക്കും, വാട്ട് ഈസ് ലീനിയർ, വാട്ട് ഈസ് ബൈലാറ്ററൽ. അപ്പം നമ്മളിങ്ങനെ ഇരിക്കും. അപ്പം ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, ഞാൻ വെറുതെ പറയുന്നതല്ല, ഈ സബ്ജക്റ്റിൽ, അതായത് ഇലക്ട്രിക് സർക്യൂട്ട്സ് എന്ന സബ്ജക്റ്റിൽ നല്ല തറോ നോളജ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈഫ് കുറേ ബുദ്ധിമുട്ടുകൾ വരും. ഇഫ് യു ആർ ബിൽഡിങ് യുവർ കരിയർ ആസ് എ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ടീച്ചർ, എന്തും ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ബേസിക് ബിൽഡ് ചെയ്യേണ്ട ഒരു കോഴ്സാണിത്. സോ ഇലക്ട്രിക് സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക്, അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അപ്പോൾ ഈ 2 സബ്ജക്ട്സിനും, അല്ലെങ്കിൽ ഈ ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ, സെക്കൻഡ് മൊഡ്യൂൾ, തേർഡ് മൊഡ്യൂൾ ഞാൻ അത്ര പറയില്ല. തേർഡ് മൊഡ്യൂളിലുണ്ട് കേട്ടോ കുറച്ച് ടോപ്പിക്സ് ഉണ്ട്. എനിഹൗ, ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ബേസിക് സാധനങ്ങൾ, KVL, KCL, അതിൻ്റെയൊക്കെ അണ്ടർസ്റ്റാൻഡിങ്, ഇക്വലൻറ്റ് സർക്യൂട്ട്, റെസിസ്റ്റൻസ്, അതൊന്നും മരിക്കുന്നവരെ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയർക്ക് നമുക്ക് കൈവിടാൻ പറ്റാത്ത സാധനങ്ങളാണ്. സോ ആ ഒരു ബോധത്തോടു കൂടി നമുക്ക് പഠിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബൈലാറ്ററൽ, ലീനിയർ, ആക്റ്റീവ്, ഇതൊക്കെ എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബൈലാറ്ററൽ എലമെൻറ്റ്, ഇറ്റ് ഈസ് എ എലമെൻറ്റ് in which all property is independent on voltage polarity and current polarity. ഞാൻ സ്റ്റാർട്ടിങ് കുറച്ച് ഭാഗം വിഴുങ്ങിയിട്ടുണ്ട് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടിയിട്ട്. പ്രോപ്പർട്ടി, ഈ ഒരു കമ്പണൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ വോൾട്ടേജ് പൊളാരിറ്റിയെയും കറണ്ട് പൊളാരിറ്റിയെയും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? നിങ്ങളുടെ കയ്യിൽ ഫോർ എക്സാമ്പിൾ ഇവിടെ ഓക്കെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇതൊരു കമ്പണൻ്റ് ആണെന്ന് വിചാരിക്കുക. ഈ ഫിംഗർ നിങ്ങൾ ഇവിടെ പ്ലസ് കൊടുക്കുന്നു, ഇവിടെ മൈനസ് കൊടുക്കുന്നു. പ്ലസ്സും മൈനസും കൊടുത്താൽ എന്താ സംഭവിക്കുക?
ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാരണം പ്ലസ് നിന്ന് മൈനസിലേക്ക്, ഹൈ പൊട്ടൻഷ്യലിൽ നിന്ന് ലോ പൊട്ടൻഷ്യലിലേക്ക് ഒരു കറണ്ട് പാസ് ചെയ്യും. ശരിയാണല്ലോ. അങ്ങനെ പാസ് ചെയ്യുന്ന കറണ്ട് മാഗ്നിറ്റ്യൂഡ് ഓർത്ത് വെച്ചേ. നിങ്ങൾ 5 വോൾട്ട് കൊടുക്കുമ്പോൾ 5 ആമ്പിയർ പോകുമെന്ന് വിചാരിച്ചോ. എക്സാമ്പിളാണ്. 5 വോൾട്ട് കൊടുത്ത് 5 ആമ്പിയർ പോയി. 10 വോൾട്ട് കൊടുത്തു 10 ആമ്പിയർ പോയി. എങ്ങോട്ടാണ് പോയത്? പോസിറ്റീവ് ഈ സൈഡിലേക്ക്. ഒക്കെ റീഡിംഗ് ഒക്കെ നിങ്ങൾ എടുത്ത് വെച്ചു. നേരെ കേസ് തിരിക്കാൻ പോവുക. ഇവിടെയായിരുന്നു പ്ലസ് കൊടുത്ത്, ആ പ്ലസ്സിന് ഇവിടെ കൊടുക്കുക, ഇവിടെ മൈനസും കൊടുക്കുക. നേരത്തെ അതേ 5 വോൾട്ട് കൊടുക്കുക. പക്ഷെ കറണ്ട് എങ്ങോട്ട് പോകണം? നേരത്തെ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് പോയതെങ്കിൽ ഇപ്പോൾ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം. നേരത്തെ കറണ്ടിന് നിങ്ങൾ +5 ആമ്പിയറിനാണ് എടുത്തതെങ്കിൽ ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കറണ്ടിന് എന്തെടുക്കണം? -5 ആമ്പിയർ എന്നെടുക്കണം. കിട്ടിയോ? ഞാൻ പറഞ്ഞത് കിട്ടിയോ? +5 വോൾട്ടേജ് കൊടുത്തപ്പോൾ +5 ആമ്പിയർ പോയെങ്കിൽ നേരെ തിരിച്ച് -5 വോൾട്ടേജ് കൊടുക്കുമ്പോൾ -5 ആമ്പിയർ പോകണം. -10 വോൾട്ടേജ് കൊടുക്കുമ്പോൾ -10 ആമ്പിയർ പോകണം. അപ്പോൾ അതിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും, വോൾട്ടേജ്, കറണ്ട്, പൊളാരിറ്റി മാറി എന്ന് വെച്ച് മറ്റൊരു മാറ്റം ഉണ്ടാവുന്നില്ല. ആ റീഡിങ്സ് എല്ലാം എന്താണ്? സെയിം ആണ്. മാഗ്നിറ്റ്യൂഡ് എല്ലാം സെയിം ആയിരിക്കും. ആ മാഗ്നിറ്റ്യൂഡ്സിനും ബിഹേവിയറിനൊക്കെയാണ് നമ്മൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നിങ്ങളത് പ്ലോട്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്ക്. വോൾട്ടേജ് 5 വോൾട്ട് കൊടുത്തപ്പോൾ 5 ആമ്പിയർ കറണ്ട്, എക്സ് ആക്സിസിൽ വോൾട്ടേജ് എടുക്കുക, വൈ ആക്സിസ് കറണ്ട് എടുക്കുക. 10 വോൾട്ട് കൊടുത്തപ്പോൾ 10 ആമ്പിയർ കറണ്ട്. എങ്ങനെ കിട്ടുക? ആലോചിച്ച് നോക്ക്. അതാണ് ആ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരയ്ക്കേണ്ടത്. ഞാൻ താഴെ ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ടല്ലോ. ആ ഗ്രാഫിൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നിങ്ങൾ അതൊക്കെ വരയ്ക്കാം. അതിനുശേഷം -v കൊടുത്തല്ലോ. -v ഏത് ആക്സിസിലാണ് വരിക? നെഗറ്റീവ് എക്സ് ആക്സിസിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്താ കൊടുത്തത്? -v കൊടുത്തപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടിയെന്നാണ് ഞാൻ പറഞ്ഞത്? നെഗറ്റീവ് കറണ്ട് കിട്ടി. അപ്പോൾ അതേത് ആക്സിസിലാണ് വരിക? മൈനസ് വൈ ആക്സിസിൽ. അപ്പോൾ നിങ്ങൾ അത് തമ്മിലുള്ള പോയിൻറ്റ്സ് പ്ലോട്ട് ചെയ്താൽ എവിടെയാണ് വരിക? -x ആക്സിസും -y ആക്സിസിലും പോയിന്റ് പ്ലോട്ട് ചെയ്താൽ ഗ്രാഫ് വരച്ചാൽ എവിടെയാണ് വരിക? തേർഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഒരു സാധനം വരച്ചു. സാധനം വരയ്ക്കാന്ന് വെച്ചാൽ വിൻ്റെയും ഐൻ്റെയും ഓരോ പോയിന്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു. ഇനി ഇത് നെഗറ്റീവ് റിവേഴ്സ് ആക്കി വെച്ചപ്പോൾ അതേ ഗ്രാഫ് തന്നെ എവിടെയും വരും? നേരെ താഴെ ഭാഗത്തേക്ക് വരും. അതിൻ്റെ വാല്യൂസ് ഒക്കെ സെയിം ആയിരിക്കും. എന്തുമാത്രം മാറി? ഡയറക്ഷൻ മാത്രം മാറി. അപ്പോൾ ആ ചിത്രം കണ്ടാൽ എങ്ങനെ ഉണ്ടാവും? ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ നിങ്ങൾ വരച്ചത് എന്താണോ അതേ ഷേപ്പായിരിക്കും എവിടെയും കിട്ടുക, തേർഡ് ക്വാഡ്രൻറ്റിലും കിട്ടുക. അതാണ് ഞാൻ അടുത്ത് ബ്ലൂ കളറിൽ എഴുതിയത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ആൻഡ് തേർഡ് ക്വാഡ്രൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് മസ്റ്റ് ബി സിമ്മട്രിക്കൽ. എന്താ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ? ഇപ്പം വോൾട്ടേജും കറണ്ടും, എക്സ് ആക്സിൽ വോൾട്ടേജ് എടുത്തു, വൈ ആക്സിൽ കറണ്ട് എടുത്തു. 5 വോൾട്ട് 5 കറണ്ട്, അത് രണ്ടും ഇങ്ങനെ മാർക്ക് ചെയ്ത ഒരു പോയിന്റ് കിട്ടും. 10 വോൾട്ട് 10 കറണ്ട്, അടുത്ത പോയിന്റ് കിട്ടും. നിങ്ങളൊരു ലൈൻ വരച്ചു, ആ പോയിൻറ്റ്സ് ജോയിൻ ചെയ്ത്, അതൊരു ക്യാരക്ടറിസ്റ്റിക്സാണ്. വോൾട്ടേജ് കറണ്ട് ക്യാരക്ടറിസ്റ്റിക്സാണ്. അതേ ഷേപ്പ് തന്നെയായിരിക്കും, അല്ലെങ്കിൽ അതേ സിമ്മട്രി നിങ്ങൾക്ക് എവിടെയും കിട്ടും? തേർഡ് ക്വാഡ്രൻറ്റിലും കിട്ടും. ഇഫ് ദ കമ്പണൻറ്റ് ഈസ് എ ബൈലാറ്ററൽ കമ്പണൻറ്റ്. ഐ ഹോപ്പ് ദിസ് ഈസ് വെരി ക്ലിയർ. അതർവൈസ് ഇറ്റ് ഈസ് യൂണിലാറ്ററൽ. ആ രണ്ട് ഷേപ്പ് ഒരുപോലെയല്ല, സിമ്മട്രിക്കൽ അല്ല എങ്കിൽ അത് എന്തായിരിക്കും? യൂണിലാറ്ററൽ കമ്പണൻ്റ് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ റെസിസ്റ്ററിന് ഫിഗർ വരച്ചിട്ടുണ്ട്. റെസിസ്റ്ററിൻ്റെ ഫിഗർ ഇതാ ഇവിടെ കാണാം. ഓക്കെ, ഇതാണ് റെസിസ്റ്റർ, കണ്ടല്ലേ? ഈ റെസിസ്റ്ററിൻ്റെ ഒരു സൈഡിൽ ഞാൻ പ്ലസ് കൊടുത്തു, അതർ സൈഡിൽ ഞാൻ മൈനസ് കൊടുത്തു. ക്ലിയർ ആണല്ലോ? അങ്ങനെ കൊടുത്താൽ പ്ലസ് നിന്ന് മൈനസിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ കറണ്ടിൻ്റെ വാല്യൂസ് ഒക്കെ വെച്ച് ഞാൻ ഗ്രാഫ് വരച്ചു. വോൾട്ട് എത്ര കൊടുത്തപ്പോൾ എത്ര കറണ്ട് കിട്ടി, എത്ര വോൾട്ട് കൊടുത്തപ്പോൾ എത്ര കറണ്ട് കിട്ടി, അതെല്ലാം ജോയിൻ ചെയ്ത് എനിക്ക് ഇവിടെ ഒരു ഗ്രാഫ് എനിക്ക് കിട്ടി. ഓക്കെ, ഇവിടെ ഒരു ഗ്രാഫ് കിട്ടി. ഇനി അതേ റെസിസ്റ്റർ തന്നെ ഞാൻ പ്ലസ് വോൾട്ടേജ് എവിടെ കൊടുത്തു? ഈ സൈഡ് കൊണ്ട് കൊടുത്തു. പ്ലസ് വോൾട്ടേജ് ഈ സൈഡ് കൊണ്ട് കൊടുത്തു, മൈനസ് വോൾട്ടേജ് ഈ സൈഡിലും കൊടുത്തു. എന്താ സംഭവിക്കുക? നേരത്തെ പ്ലസ് നിന്ന് മൈനസ് ഇങ്ങോട്ട് പോയ കറണ്ട് തിരിച്ചു പോകും. അപ്പോഴും എനിക്ക് വോൾട്ടേജിന് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. സെറ്റ് ചെയ്ത് ഡിഫറെൻറ്റ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നോക്കി, അപ്പോൾ ഡിഫറെൻറ്റ് കറണ്ട് കിട്ടി. അതിൻ്റെ വാല്യൂ ഒക്കെ വെച്ച് ഞാൻ പ്ലോട്ട് ചെയ്തു. എന്തായിരിക്കും എന്നാണ് പറയുന്നത്? റെസിസ്റ്ററിനെ പറ്റി നമുക്കറിയാം, വോൾട്ടേജ് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് സെയിം റേഷ്യോ തന്നെ കീപ്പ് ചെയ്യും. V = IR റെസിസ്റ്ററിലെ വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. V = IR, R = V/I. അപ്പോൾ വോൾട്ടേജിന് പൊളാരിറ്റി മാറിയെന്ന് വെച്ചിട്ട് ഡയറക്ഷൻ മാറിയാലും അതിൻ്റെ മറ്റ് കാര്യങ്ങളൊന്നും മാറില്ല. ഇതാണ് ഒരു റെസിസ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ഞാൻ വരച്ച് നോക്കി. എനിക്ക് വരച്ചപ്പോൾ എന്താണ് കിട്ടിയത്? ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സിമ്മട്രിക്കലാണ് എന്ന് എനിക്ക് കിട്ടി. ശരി, ഓക്കെ. ഇനി ഞാൻ അടുത്തത് ഡയോഡിനെ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ഓക്കെ, നമ്മൾ സ്റ്റാർട്ടിങ് S3-യിലുള്ള കുട്ടികൾക്ക് ഡയോഡ് എന്ന സങ്കല്പത്തിനെ കുറിച്ചൊന്നും
അധികമായിട്ട് അറിയില്ല എന്നെനിക്കറിയാം. പക്ഷേ ഞാനത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കുകയാണ്. ഒരു ഡയോഡ് എന്ന് പറയുന്ന പ്രത്യേക നിങ്ങൾ കൂടെ പഠിക്കാനിരിക്കുന്ന ഡിവൈസാണ്. അത് അതിൻ്റെ പ്ലസ് മൈനസ് കൊടുക്കുന്ന പൊളാരിറ്റി മാറ്റിക്കഴിഞ്ഞാൽ പ്ലസ് കൊടുക്കുന്ന സ്ഥലത്ത് തന്നെ കൊടുക്കണം. അവിടെ കൊണ്ട് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പ്ലസ്സിൽ ഒരു വോൾട്ടേജ് കൊടുത്തപ്പോൾ കിട്ടിയ കറണ്ട് മൈനസ് കൊടുത്താൽ കിട്ടില്ല. അതാണ് ഞാൻ വരച്ചത്. എക്സ് ആക്സിസിൽ നിങ്ങൾക്ക് വോൾട്ടേജ് കൊടുത്തപ്പം ഒരു കറണ്ട് വാല്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതുപോലത്തെ വാല്യൂ അല്ല വൈ തേർഡ് ക്വാഡ്രാന്റിൽ കൊടുക്കുമ്പോൾ ലഭിക്കുന്നത്. ഓക്കെ, അപ്പം അതിനെക്കുറിച്ച് അധികം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല. അത് നോട്ട് സിമ്മട്രിക്കൽ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഇത്ര മാത്രം മനസ്സിലാക്കുക, ഡയോഡിൽ നിങ്ങൾ പോസിറ്റീവ് ഡയറക്ഷനിൽ ഒരു ചെറിയ പ്ലസ് വോൾട്ടേജും പോസിറ്റീവ് ടെർമിനൽ ഒരു ചെറിയ പ്ലസ് വോൾട്ടേജ് കൊടുക്കുമ്പോൾ തന്നെ അത് കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പക്ഷേ അതേ പോസിറ്റീവ് അതിനൊരു പോസിറ്റീവ് ടെർമിനൽ, റെസിസ്റ്ററിന് ഒരു പെർട്ടിക്കുലർ പോസിറ്റീവ് ടെർമിനൽ ഒന്നുമില്ല. ഡയോഡിന് ഒരു സ്ഥലത്ത് പോസിറ്റീവ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ പോസിറ്റീവ് എന്ന് പറയുന്ന സ്ഥലത്ത് പോസിറ്റീവ് വോൾട്ടേജ് തന്നെ കൊടുക്കണം. അവിടെ കൊണ്ട് നെഗറ്റീവ് കൊടുത്താൽ അത് എന്ത് കൊടുക്കില്ല, കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യില്ല. നിങ്ങൾ ക്യാഡ് നോക്കിയാൽ കാണാം. നെഗറ്റീവ് ഡയറക്ഷനിൽ നിങ്ങൾ ഒരു വലിയ റേഞ്ച് ഓഫ് കറണ്ട് കൊടുത്തപ്പോഴാണ് ഉണ്ടോ, നെഗറ്റീവ് റേഞ്ചിലുള്ള ക്യാഡ് നോക്കൂ, ഒരു വലിയ റേഞ്ച് വോൾട്ടേജ് ആദ്യം കൊടുത്ത് നോക്കി കറണ്ട് ഇല്ല, പിന്നെയും കൊടുത്ത് ഇത്രയും വോൾട്ടേജ് കൊടുത്തപ്പോഴാണ് കറണ്ട് എന്താവാൻ തുടങ്ങിയത്, കറണ്ട് ഫ്ലോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതാണ് ഡയോഡിൻ്റെ ഡിഫറൻസ്. അപ്പോൾ ഡയോഡിൻ്റെ ഷേപ്പ് ഏത് പൊളാരിറ്റിയിൽ ടെർമിനലും കൊണ്ട് പ്ലസും മൈനസും വോൾട്ടേജ് കൊടുത്താൽ ഡയോഡ് ഒരുപോലെ ബിഹേവ് ചെയ്യില്ല. അപ്പോൾ ഡയോഡ് എന്തല്ല, ഇറ്റ് ഈസ് നോട്ട് എ ബൈലാറ്ററൽ, അല്ലെങ്കിൽ അതൊരു യൂണിലാറ്ററൽ എലമെൻ്റ് ആണ്. ഇപ്പോൾ ബൈലാറ്ററിൻ്റെ എക്സാമ്പിളാണ് റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ ബൈലാറ്ററലാണ്. യൂണിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഡയോഡ്, ട്രാൻസിസ്റ്റർ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഇപ്പം നിങ്ങൾക്കറിയില്ല, യു വിൽ ലേൺ ഇറ്റ് ഇൻ ഫ്യൂച്ചർ. അടുത്തത് പാസീവ് കമ്പണൻറ്റ്, ആക്റ്റീവ് കമ്പണൻറ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഓക്കെ, പാസീവ് കമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് കമ്പണൻറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ സോഴ്സാണ്. നിങ്ങളുടെ കയ്യിലൊരു വോൾട്ടേജ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ബാറ്ററി ഉണ്ട്. അത് പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആക്റ്റീവാണ്. ബിക്കോസ് ആ ബാറ്ററി എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ലൈറ്റോ ഫാനോ ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ട പവറിനെ കൊടുക്കാനായിട്ട് പറ്റും. അത് ആക്റ്റീവ് കമ്പണൻറ്റാണ്. പാസീവ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും, ഈ ലൈറ്റും ഫാനും ഒക്കെയാണ് പാസീവ്. അവർക്ക് പവറിനെ സപ്ലൈ ചെയ്യാൻ പറ്റില്ല, പവറിനെ വലിച്ച് ഉപയോഗിക്കാൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അതാണ് ആക്റ്റീവ് പാസീവിൻ്റെ മെയിൻ ഡിഫറൻസ്. എങ്ങനെ നിങ്ങൾക്കൊരു കമ്പണൻറ്റ് പാസീവ് കമ്പണൻ്റ് ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും? ആ കമ്പണൻറ്റിൻ്റെ ബേസിക് സ്വഭാവം, ഇഫ് ഡിസിപ്പേറ്റഡ്, കൺവേർട്ടഡ്, സ്റ്റോർ, അബ്സോർബ്, വേസ്റ്റഡ് എന്നൊക്കെ ആണെങ്കിൽ ആ കമ്പണൻറ്റ് എന്തായിരിക്കും, പാസീവ് ആയിരിക്കും. അതായത് നമുക്കറിയാം റെസിസ്റ്ററിൽ കുറേ കറണ്ട് കൊടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പവർ കിട്ടുമോ? ആ റെസിസ്റ്റർ കൊണ്ട് നിങ്ങൾക്ക് എന്താ കിട്ടുക, വേസ്റ്റേ ഉണ്ടാവുള്ളൂ, ഹീറ്റ് ലോസാണ് ഉണ്ടാവുക അല്ലേ? ഇപ്പോൾ ലൈറ്റ്, ഒരു ഇൻകാൻഡസൻ്റ് ലാമ്പ്, അതിൻ്റെ അകത്ത് കറണ്ട് അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് വെളിച്ചം കിട്ടുന്നുണ്ട്. പക്ഷേ ആക്ച്വലി അതെന്താണ്, അതൊരു ലോസാണ്. ആ കറണ്ട് ആ റെസിസ്റ്റർ കൂടെ പാസ് ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു ലോസാണ്. പക്ഷേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു ബാറ്ററിയുടെ പവർ പോലെ അത് യൂസ് ചെയ്യാൻ പറ്റുമോ? അത് വെച്ച് നിങ്ങൾക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? എന്തിനും ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും മറ്റൊരു ഡിവൈസിന് വേണ്ട പവറിനെ ജനറേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അവരൊക്കെ എന്താ ചെയ്യുക, റെസിസ്റ്റർ ആണെങ്കിൽ ബേസിക്കലി കുറച്ച് കറണ്ട് എടുക്കും, ആ കറണ്ട് റെസിസ്റ്റർ കൂടെ പാസ് ചെയ്യുമ്പം ഹീറ്റ് ഉണ്ടാവും, ലോസായി പോകും. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഫാരഡേസ് ലോ ഒക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ തന്നെ. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അത് കൺവേർട്ട് ചെയ്യും. നിങ്ങൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജീനെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി, ഫ്ലക്സ് ആയിട്ട് മാറ്റും. അപ്പം കൺവേർട്ട് ചെയ്യുന്ന ആളാണ് ഇൻഡക്ടർ. അതുപോലെ കപ്പാസിറ്ററും കൺവേർട്ട് ചെയ്യും. പക്ഷേ കപ്പാസിറ്റർ ഇലക്ട്രിക് എനർജീനെ ഇലക്ട്രോ സ്റ്റാറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇലക്ട്രോ സ്റ്റാറ്റിക് എനർജി സ്റ്റോർ ചെയ്യും. അപ്പോൾ കൺവേർട്ട് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അബ്സോർബ് ചെയ്യുക എന്ന് വെച്ചാൽ റെസിസ്റ്റർ നിങ്ങൾ കൊടുക്കുന്ന പവർ മുഴുവൻ അബ്സോർബ് ചെയ്തെടുക്കുക. ഇങ്ങനെയൊക്കെ പറയുന്ന ബിഹേവിയറുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്താണ്, പാസീവാണ്. ഇപ്പോൾ റെസിസ്റ്റർ എന്താ ചെയ്യുന്നത്, കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ഹീറ്റ് ഓർ ലോസ്. ഇൻഡക്ടർ എന്താ ചെയ്യുന്നത്, കൺവേർട്ട് ഇലക്ട്രിക്കൽ എനർജി ടു ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, കൺവേർട്ട്സ് ഇലക്ട്രിക്കൽ എനർജി ടു എന്ന് ഞാൻ എഴുതിയ ഇലക്ട്രിക്കൽ എനർജിയാണ്, അല്ലാതെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അല്ല. കൺവേർട്ട്സ് ഇലക്ട്രിക്കൽ എനർജി ടു ഇലക്ട്രോസ്റ്റാറ്റിക് എനർജി ആൻഡ് സ്റ്റോർസ്. ഇനി അടുത്തത് ഞാൻ ഒരു ഫിഗർ വരച്ചിട്ടുണ്ട്, ഒരു വട്ടം അല്ലേ. ആ വട്ടം എന്താണെന്ന് വെച്ചാൽ ഒരു കമ്പണൻ്റ് ആണ്. ഞാൻ വട്ടത്തിൽ വരച്ചത് എന്താ, അത് റെസിസ്റ്റർ ആവാം, ഇൻഡക്ടർ ആവാം, കപ്പാസിറ്റർ ആവാം, എന്താണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാൻ വെറുതെ ഒരു വട്ടം ഇങ്ങനെ വരച്ചു.
അതിൻ്റെ ഒരു റെസിസ്റ്ററോ ഇൻഡക്ടറോ കപ്പാസിറ്ററോ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ അകത്ത് കറണ്ട് അകത്തേക്ക് പോകുന്ന ടെർമിനൽ നമ്മൾ പ്ലസ് എന്നാണ് മാർക്ക് ചെയ്യുക. മൈനസിൽ നിന്ന് കറണ്ട് പുറത്തേക്ക് വരും. കറക്റ്റായി ഓർത്ത് വെക്കുക, മനസ്സിലാക്കുക. പ്ലസ്സിൽ നിന്ന് കറണ്ട് അകത്തേക്കാണ് പോകുന്നതെങ്കിൽ, ഒരു കമ്പണൻ്റെ കറണ്ട് അകത്തേക്ക് പോകുന്ന ഡയറക്ഷൻ പ്ലസ് എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ അതൊക്കെ പാസീവ് കമ്പണൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയും. കറണ്ട് എൻറ്റേഴ്സ് അറ്റ് പോസിറ്റീവ് ആണെങ്കിൽ, കറണ്ട് ലീവ്സ് അറ്റ് നെഗറ്റീവ് ആണെങ്കിൽ. അപ്പോൾ ആക്റ്റീവ് കമ്പണൻ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും വരിക? നേരെ തിരിയും. പോസിറ്റീവ് നിന്ന് കറണ്ട് പുറത്തേക്കാണ് വരുന്നതെങ്കിൽ ആക്റ്റീവ് കമ്പണൻ്റ് ആയിരിക്കും. ഒരു ബാറ്ററി ആലോചിച്ച് നോക്കുക, പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? നിങ്ങൾ ആ ബാറ്ററിയുടെ ഔട്ട്പുട്ടിൽ ഒരു ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്ലസ്സിൽ നിന്ന് ഉള്ള കറണ്ട് ആ ലോഡ് വഴി കയറി എവിടെ എത്തും? ബാറ്ററിയുടെ നെഗറ്റീവിലെത്തും. ബാറ്ററിയുടെ എയിം എന്താ? ബാറ്ററിക്ക് ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒന്ന് പ്ലസ്സെന്നും മൈനസ്സെന്നും ആക്കി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുക അല്ലേ? അപ്പം പ്ലസ്സിലുള്ള കറണ്ട് ഹൈ പൊട്ടൻഷ്യലാണ്, മൈനസുള്ള ലോ പൊട്ടൻഷ്യലാണ്. നിങ്ങളൊരു ലോഡ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് എടുത്ത് ഇപ്പുറത്ത് വെച്ചിട്ട് ലൈറ്റിൻ്റെ ഒരു ടെർമിനലിലേക്ക് പ്ലസ്സും അതേ ടെർമിനലിലേക്ക് മൈനസും കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? പ്ലസ് എന്നുള്ള ചാർജ് ഈ ലാമ്പ് വഴി കയറി ഇറങ്ങി മൈനസിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ലാമ്പ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് പ്രകാശം തരുന്നത്, അല്ലെങ്കിൽ ലാമ്പ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി ആലോചിക്കേണ്ടത് എന്താ? കറണ്ട് എവിടെ നിന്നാണ് പുറത്തേക്ക് വരുന്നത്? ഒരു ബാറ്ററി അല്ലെങ്കിൽ സോഴ്സ് ആണെങ്കിൽ പ്ലസ്സിൽ നിന്ന് പുറത്തേക്കാണ് വരിക. അപ്പോൾ അതിനെ നിങ്ങൾ ആക്റ്റീവ് എന്ന് വിളിക്കുന്നു. പക്ഷേ ലോഡിനാണെങ്കിൽ കറണ്ട് അകത്തേക്ക് വരുന്ന ടെർമിനലാണ് നിങ്ങൾ പ്ലസ് മാർക്ക് ചെയ്യുക. അപ്പോൾ അതിനെ നിങ്ങൾ അത് ലോഡ് അല്ലെങ്കിൽ റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ ഒക്കെ ആയിരിക്കും. അതിനെ നിങ്ങൾ പാസീവ് കമ്പണൻ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ R, L, C ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായി? പാസീവ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി ആക്റ്റീവ് കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ സോഴ്സാണ്. ആക്റ്റീവ് കമ്പണൻ്റ് എന്ന് പറഞ്ഞാൽ സോഴ്സാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അതിനെപ്പറ്റി എന്തൊക്കെയാണ് പറയുക? സോഴ്സിന് എന്താ ചെയ്യാൻ പറ്റുക? പവർ പുറത്തേക്ക് കൊടുക്കും അല്ലേ? നിങ്ങളെ വീട്ടിലൊരു ജനറേറ്റർ ഉണ്ടെന്ന് വിചാരിച്ചോ. ആ ജനറേറ്റർ എന്താ ചെയ്യുക? കണ്ടിട്ടില്ലേ ജനറേറ്റർ? കല്യാണ വീട്ടിലോ കണ്ടിട്ടില്ലേ ചെറിയ ജനറേറ്റർ? അത് ജനറേറ്റ് ചെയ്യുന്ന കറണ്ട് വെച്ച് ലൈറ്റും ഫാനും എല്ലാം വർക്ക് ചെയ്യിപ്പിക്കും. ഒരു UPS ഉണ്ട്, ഒക്കെ സോഴ്സാണ്. ബാറ്ററി ഉണ്ട്, സോഴ്സാണ്. അപ്പോൾ സോഴ്സിനൊക്കെ ഞാൻ പറഞ്ഞു പ്ലസ് നിന്ന് കറണ്ട് പുറത്തേക്ക് വന്നിട്ട് ലോഡ് വഴി കയറി ഇറങ്ങി കറണ്ട് തിരിച്ച് എവിടെ പോകണം? മൈനസിലേക്ക് പോകണം. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്റി എന്താ? ഇറ്റ് വിൽ ഡെലിവർ, ഗീവ് ഔട്ട്, ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഓടിക്കും. നമ്മൾ പറയില്ലേ ഫാൻ ഓടിക്കുക, ഫാൻ ഇടുക, മോട്ടർ ഓടിക്കുക എന്നൊക്കെ പറയില്ലേ? ആ മീനിങ് തന്നെ ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ. ഒരു എക്യുപ്മെൻറ്റിനെ ഡ്രൈവ് ചെയ്യാൻ ആർക്ക് പറ്റും? ഡ്രൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യിക്കുക. ഡ്രൈവ് ചെയ്യിക്കാൻ ആർക്ക് പറ്റും? ആക്റ്റീവ് കമ്പണൻ്റ് അല്ലെങ്കിൽ സോഴ്സിന് പറ്റും. ഡെലിവർ, എന്ത് ഡെലിവർ ചെയ്യുക? പവർ ഡെലിവർ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറച്ച് ഷോർട്ടാക്കി എഴുതിയതാണ്, മനസ്സിലാക്കിയാൽ മതി. എ കമ്പണൻ്റ് ഈസ് ഡെലിവറിങ് ഓർ ഗീവ്സ് ഔട്ട് ഓർ ഡ്രൈവ്സ്, ദെൻ ഇറ്റ് ഈസ് എ സോഴ്സ്. അപ്പോൾ പ്ലസ് എന്നാണ് പുറത്തേക്ക് വരിക. സോഴ്സ്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, കറണ്ട് സോഴ്സ് ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇനി അടുത്തത് ലീനിയർ എലമെൻറ്റ്. ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ കാര്യങ്ങൾക്കൊക്കെ ചോദിക്കുന്ന ഒരു സാധനമാണ് ഈ ലീനിയർ എലമെൻറ്റ്. എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്ന ലീനിയർ എലമെൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഒരു റെസിസ്റ്റൻസിൽ ഇപ്പോൾ വോൾട്ടേജ് കറണ്ട് തമ്മിൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റിലേഷൻ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞൊരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. 5 വോൾട്ട് 5 ആംപിയർ കറണ്ട്, 10 വോൾട്ട് കൊടുത്തപ്പോൾ 10 ആംപിയർ കറണ്ട്. അപ്പോൾ അടുത്ത എത്രയാണ്? 15 വോൾട്ട് കൊടുത്താൽ 15 ആംപിയർ കറണ്ട്. അപ്പോൾ റിലേഷൻ എത്രയാണ്? എല്ലാ സ്ഥലത്തും വോൾട്ടേജ് ബൈ കറണ്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 5/5 1, 10/10 1. അപ്പോൾ കോൺസ്റ്റൻറ്റ് സ്ലോപ്പിലാണ് നിങ്ങൾ ആ ഗ്രാഫ് വരച്ചാൽ വരിക എന്നാണ് അതിൻ്റെ മീനിങ്. സ്ലോപ്പിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കാം. മാത്തമാറ്റിക്സിൽ എന്താണ് ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കാം. അപ്പോൾ റെസിസ്റ്ററിനെ പറ്റി പറയുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് അറിയാം അത് ലീനിയർ ആണെന്ന് അറിയാം. പക്ഷേ ഇൻഡക്ടറിനോ കപ്പാസിറ്ററിനെ പറ്റി പറയുമ്പോൾ പലർക്കും പെട്ടെന്ന് അതെങ്ങനെ ലീനിയർ ആവുക? ഇൻഡക്ടർ, കപ്പാസിറ്ററിൻ്റെ ഒക്കെ കർവ് എന്ന് പറഞ്ഞാൽ കുറച്ച് നമ്മളിങ്ങനെ ഒരു സ്ലോപ്പായിട്ട് വരയ്ക്കുന്ന സാധനമല്ലേ കാണാറ്? ചാർജിങ്, എക്സ്പൊണൻഷ്യൽ ചാർജിങ്, അങ്ങനെയൊക്കെയല്ലേ വരാറ് എന്നൊരു കൺഫ്യൂഷൻ, ഡൗട്ട് എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ ബോർഡിലൊക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണിത്. ചുമ്മാ കയറിയിട്ട് അങ്ങോട്ട് ഇൻഡക്റ്റൻസും കപ്പാസിറ്റൻസും ലീനിയറാണെന്ന് പറഞ്ഞാൽ അത് തെളിയിക്കേണ്ടി വരും. ബിക്കോസ് എന്തുകൊണ്ടാണ് റെസിസ്റ്റൻസ് ലീനിയറാണെന്ന് പറയുന്നത്? റെസിസ്റ്റൻസ് ലീനിയറാണ് എന്ന് പറയുന്നത് അതിൻ്റെ വോൾട്ടേജും കറൻറ്റും തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ടാണ്. ഒരു കാര്യം, ലീനിയർ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വരച്ച വോൾട്ടേജ് ഈ ആക്സിസിൽ എടുക്കുക, കറണ്ട് ഈ ആക്സിസിൽ എടുക്കുക.
എന്നിട്ട് വോൾട്ടേജിൻ്റെ ഒരു പോയിൻറ്റ് കറസ്പോണ്ടിങ് കറണ്ടിൻ്റെ പോയിൻറ്റ് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്യുക. വോൾട്ടേജിൻ്റെ അടുത്ത പോയിൻറ്റ് കറസ്പോണ്ടിങ് കറണ്ടിൻ്റെ പോയിൻറ്റ് അടുത്ത പോയിൻറ്റ് മാർക്ക് ചെയ്യുക. അങ്ങനെ വരച്ചാൽ ഒരു ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അതാണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ലീനിയർ റിലേഷൻഷിപ്പ്. അത് വോൾട്ടേജും കറണ്ടും തമ്മിലാണ് പറയുന്നത്. അത് പറയുന്നത് ഓംസ് ലോൻ്റെ ബേസിലാണ്. എന്താണ് ഓംസ് ലോ? നിങ്ങളിപ്പം സർക്യൂട്ട് തിയറി ക്ലാസ്സിലാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ മസ്റ്റായിട്ട് പറയാൻ പറ്റണം. ബേസിക് ഇലക്ട്രിക്കലിന് വേണ്ടി കേൾക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ചിലപ്പോൾ ഓംസ് ലോ അറിയില്ലായിരിക്കും. ഓംസ് ലോ വരുന്ന സ്ലൈഡിൽ ഞാൻ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഓംസ് ലോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ ഉണ്ട്. അതിൻ്റെ മാത്തമാറ്റിക്കൽ V = IR, വോൾട്ടേജ് = കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്, അല്ലെങ്കിൽ വോൾട്ടേജ് ബൈ കറണ്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. V/I അത് R എന്ന കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഓംസ് ലോ അംഗീകരിക്കുന്ന എല്ലാ സാധനങ്ങളും ലീനിയറാണ്. അപ്പോൾ കപ്പാസിറ്റർ എങ്ങനെയാണ് ഓംസ് ലോ അംഗീകരിക്കുക? അല്ലെങ്കിൽ ഇൻഡക്ടറിൻ്റെയും വോൾട്ടേജും കറണ്ടും വരച്ചാൽ ഒരേപോലെ കിട്ടുമോ? കിട്ടില്ല. വോൾട്ടേജും കറണ്ടും ഇൻഡക്ടറിൻ്റെയും കപ്പാസിറ്ററിൻ്റെയും വരച്ചാൽ നിങ്ങൾക്ക് X ആക്സിസ് Y ആക്സിസിൽ ഒരുപോലെ കിട്ടില്ല. അവിടെയാണ് അതിൻ്റെ ട്വിസ്റ്റ് വരുന്നത്. എല്ലായ്പ്പോഴും വോൾട്ടേജും കറണ്ടും മാത്രമല്ല X ആക്സിസിലും Y ആക്സിസിലും എടുക്കാൻ പറ്റുക. അത് ഓംസ് ലോ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഇൻപുട്ടും റെസ്പോൺസും ഉണ്ട്. അത് X ആക്സിസിലും Y ആക്സിസിലും എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലീനിയറായിട്ട് കിട്ടും. ഫോർ എ റെസിസ്റ്റർ ഓംസ് ലോ പറയുന്നത് V = IR എന്നാണ്. അപ്പം നിങ്ങൾ X ആക്സിസിൽ വോൾട്ടേജ് എടുക്കുക, Y ആക്സിസിൽ കറണ്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. വോൾട്ടേജ് നിങ്ങളുടെ ഇൻപുട്ടായിട്ടും എടുക്കുക, കറണ്ട് ആ റെസിസ്റ്റൻസ് തരുന്ന ഔട്ട്പുട്ട് അല്ലെങ്കിൽ റെസ്പോൺസ് ആയിട്ടും എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. അപ്പോൾ സ്ലോപ്പ് ഓഫ് ദിസ് പ്ലോട്ട് അല്ലെങ്കിൽ ഈ വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള പ്ലോട്ട് എപ്പോഴും എന്തായിരിക്കണം? കോൺസ്റ്റൻ്റ് ആയിരിക്കണം, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. എന്നിട്ട് ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു റെസിസ്റ്റൻസ്, ഇൻഡക്റ്റൻസ്, കപ്പാസിറ്റൻസ്. അപ്പോൾ ഇനി ഓരോ എലമെൻറ്റും എന്തുകൊണ്ടാണ് ലീനിയർ ആവുന്നത് നോക്കാം. അപ്പോൾ ലീനിയർ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഷുഡ് ഷോ എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇറ്റ് ഇൻപുട്ട് ആൻഡ് റെസ്പോൺസ് വിച്ച് ആർ ഡിസ്ക്രൈബ്ഡ് ബൈ ഓംസ് ലോ. ഓംസ് ലോ പറയുന്ന ഇൻപുട്ടും ഓംസ് ലോ പറയുന്ന ഔട്ട്പുട്ട് റെസ്പോൺസും തമ്മിലുള്ള കർവ് X ആക്സിസിലും Y ആക്സിസിലും വെച്ച് പ്ലോട്ട് ചെയ്താൽ സ്ട്രെയിറ്റ് ലൈൻ കിട്ടണം. അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങളെല്ലാവരും മനസ്സിൽ വെക്കുക, റെസിസ്റ്ററിനെ പറ്റിയുള്ള റെസിസ്റ്ററിൻ്റെ ഈ ഓംസ് ലോ പറയുന്ന ഇൻപുട്ടും റെസ്പോൺസും ഏതാ? വോൾട്ടേജും കറണ്ടുമാണ്. വോൾട്ടേജും കറണ്ടും വെച്ച് പ്ലോട്ട് ചെയ്താൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കിട്ടുകയും ചെയ്യും. ഓക്കെ, ഞാൻ റെസിസ്റ്റൻസിൻ്റെ വരച്ചു. X ആക്സിസിൽ വോൾട്ടേജ് എടുത്തു, Y ആക്സിസിൽ കറണ്ട് എടുത്തു. ഓക്കെ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? Y ഇൻ്റർസെപ്റ്റ് ബൈ X ഇൻ്റർസെപ്റ്റ്. Y ഇൻ്റർസെപ്റ്റ് എടുത്താൽ എന്താ കിട്ടുക? Y എന്തിന് പാരലായിട്ടാണ് വരുന്നത്? കറണ്ടിന് പാരലായിട്ടാണ് വരുന്നത്. എങ്ങനെ ഇൻ്റർസെപ്റ്റ് എടുക്കാമെന്നൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് Y ഇൻ്റർസെപ്റ്റ് ആൻഡ് ഇതാണ് X ഇൻ്റർസെപ്റ്റ്. അപ്പോൾ Y ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു കറണ്ട് വാല്യൂ ആണ്. X ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വോൾട്ടേജ് വാല്യൂ ആണ്. അത് രണ്ടും ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? കറണ്ട് ബൈ വോൾട്ടേജ് ചെയ്താൽ എന്താ കിട്ടുക? ആലോചിച്ച് നോക്ക്. V = IR, ശരിയല്ലേ? V = IR. അപ്പോൾ V/I = എന്താ? R ആണ്. അപ്പോൾ I/V എന്തായിരിക്കും? 1/R. ആയിക്കോട്ടെ, നിങ്ങൾ ഏത് പോയിന്റിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടിയൊരു ലൈൻ ഉണ്ടല്ലോ, അതിൻ്റെ ഏത് പോയിന്റിലുള്ള വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റേഷ്യോ അല്ലെങ്കിൽ കറണ്ടും വോൾട്ടേജും തമ്മിലുള്ള റേഷ്യോ എടുത്താൽ അത് സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ബിക്കോസ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്. കൂടുതൽ ഒന്നും ആലോചിക്കേണ്ട, മാക്സ് ആണ്. സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? Y ഇൻ്റർസെപ്റ്റ് ബൈ X ഇൻ്റർസെപ്റ്റ്. ആ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ 1/, അതിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ ആയിരിക്കും. ഓക്കെ, ശരിയല്ലേ? ഇനി ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ എന്താ വരിക? ഒരു ഇൻഡക്ടറിൻ്റെ കേസിലാണെങ്കിൽ എന്താ വരിക? അത് അവിടെയാണ് നമ്മൾ ചെറിയ ഒരു ട്വിസ്റ്റ്, അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ഒരു 2 സ്ലൈഡ് ഞാൻ മുമ്പോട്ട് വിടുക എന്ന് വിചാരിക്കുകയാണ്. ഓംസ് ലോനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി നമുക്ക് ബാക്കോട്ട് വരാം. അറ്റ് എ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ഫോർ എ കണ്ടക്ടർ ഇറ്റ്സ് വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. വോൾട്ടേജ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറണ്ട്. അതായത് V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. ശരിയാണല്ലോ? അപ്പം V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു I. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഒഴിവാക്കുകയാണ്. V = ആണെങ്കിൽ ഒരു കോൺസ്റ്റൻ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ആ കോൺസ്റ്റൻ്റ് ആണ് എന്ത്? റെസിസ്റ്റൻസ്. V = IR. or തിരിച്ചു പറയുകയാണെങ്കിൽ V = IR അല്ലെങ്കിൽ V/I എന്ന് ചെയ്താൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് കിട്ടുക. അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? R ആയിരിക്കും. അത് നിങ്ങൾ ആ ലൈനിൽ ഏത് വോൾട്ടേജ് എടുത്ത് നോക്കിയാലും അപ്പോൾ കിട്ടുന്ന കറണ്ടിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്ത് തന്നെയായിരിക്കും? R ആയിരിക്കും. വോൾട്ടേജ് നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാം. വോൾട്ടേജ് കൂട്ടി ഇങ്ങോട്ട് കൊണ്ടുപോയാലും
ആ സമയത്ത് ഐ ചെയ്താൽ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കും അവിടുത്തെ വാല്യൂ. സോ വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ് ഓംസ് ലോ എന്നെല്ലാവരും പറയും. പക്ഷേ ആസ് എൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വി ഈസ് ഈക്വൽ ടു ഐ ആർ മാത്രമല്ല ഓംസ് ലോ. സോ നിങ്ങളൊരു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത്രയും ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന് പറഞ്ഞാൽ ഓംസ് ലോയിൽ നിർത്താം. പക്ഷേ നിങ്ങൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് പഠിക്കുന്ന ഒരു S3 വരുന്ന ഇലക്ട്രിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന ഓംസ് ലോ മാത്രം പോരാ. വി ഈസ് ഈക്വൽ ടു ഐ ആർ എന്ന സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് ഓംസ് ലോൻ്റെ ടൈം ഇൻവേരിയൻറ്റ് ഡൊമൈനിലാണ്. ഓംസ് ലോയ്ക്ക് വേറെ 2 ഡൊമൈനും കൂടിയുണ്ട്. ഒന്ന് ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈൻ. ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈനിൽ വി ഈസ് ഈക്വൽ ടു LdI/dt. അവിടെയും നിങ്ങൾ കറണ്ടിനെ റിലേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക ഇലക്ട്രോ മാഗ്നറ്റിക് എന്തിനെ പറ്റിയാണ്? ഇലക്ട്രോ മാഗ്നറ്റിക്. ആരാ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജിയെ മാറ്റുന്നത്? ഇൻഡക്ടർ. അപ്പോൾ ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആ ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസ് വാല്യൂ L ഇൻറ്റു DI/dt. അതിൽ ചേഞ്ച് ഇൻ കറണ്ടാണ്. വേറൊരു കാര്യം കൂടെ ഈ ഇക്വേഷൻ്റെ കൂടെ ഓർത്ത് വെക്കണം. ഒരു ഇൻഡക്ടർ എപ്പോഴും എന്തിനെ ഒപ്പോസ് ചെയ്യും? ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ചു കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓർ സ്റ്റാർട്ടിംഗ് ആണെങ്കിൽ ആലോചിച്ച് നോക്കുക. ഒരു ഇൻഡക്ടർ എപ്പോഴും എന്തിനെ ഒപ്പോസ് ചെയ്യും? വി ഈസ് ഈക്വൽ ടു LdI/dt. ഇൻഡക്ടർ എപ്പോഴും DI/dt ഒപ്പോസ് ചെയ്യും. എന്താ DI/dt? DI ചേഞ്ച് ഇൻ കറണ്ട് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ചേഞ്ച് ഇൻ കറണ്ടിനെ എപ്പോഴും ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യും. എങ്ങനെയാണ് ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഇൻഡക്ടർ ഒരു വോൾട്ടേജിനെ ഇൻഡ്യൂസ് ചെയ്യിക്കും. ആ വോൾട്ടേജിൻ്റെ പേരാണ് വി. അപ്പോൾ വിൻ്റെ വാല്യൂ എങ്ങനെ കിട്ടും? വി ഈസ് ഈക്വൽ ടു LdI/dt. ഈ ഇക്വേഷൻ ഒരു കാലത്തും മറന്നു പോകാൻ പാടില്ല. എപ്പോഴും ഇൻഡക്ടർ എന്ന് ആലോചിച്ചാൽ ആദ്യം ഓർമ്മ വരേണ്ട കാര്യം എന്താ? ഇൻഡക്ടർ വിൽ ഒപ്പോസ് ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ കറണ്ട് എന്താ? DI/dt. ഇൻഡക്ടറിൻ്റെ വാല്യൂ എന്താ? L, ഇൻഡക്റ്റൻസ് L. അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന അത്രയും വോൾട്ടേജ് അത് ഉണ്ടാക്കും. ആ വോൾട്ടേജാണ് ആരെ ഒപ്പോസ് ചെയ്യുന്നത്? കറണ്ടിൽ വന്ന ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ വീഡിയോയിലുണ്ട്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ 2nd മൊഡ്യൂളിലെ 3rd or 4th വീഡിയോയിൽ സെൽഫ് ഇൻഡക്റ്റൻസ്, മ്യൂച്വൽ ഇൻഡക്റ്റൻസ് എല്ലാം ഉണ്ട്. സംശയമുള്ളവർക്ക് അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മല്ലോ, വി ഈസ് ഈക്വൽ ടു ഐ ആർ ആണ് ഒരു റെസിസ്റ്ററിലെ ഓംസ് ലോ എങ്കിൽ ഒരു ഇൻഡക്ടറിൻ്റെ ഓംസ് ലോ എന്താ? അവിടെ അത് വോൾട്ടേജിനും കറണ്ടിനും ബന്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ വെറും കറണ്ട് അല്ല, ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടെങ്കിലേ ഒരു ഇൻഡക്ടറിൽ എന്തുണ്ടാവുള്ളൂ? വോൾട്ടേജ് ഉണ്ടാവുള്ളൂ. അതായത് ഞാൻ സിമ്പിളായി ചോദിക്കുകയാണ്, വി ഈസ് ഈക്വൽ ടു LdI/dt. കറണ്ട് ചേഞ്ച് ചെയ്യാത്തൊരു കണ്ടീഷൻ ആണെങ്കിലോ DI/dt എന്തായി പോവും? കറണ്ടിനൊരു ചേഞ്ചും ഇല്ല, അങ്ങനെ നേരെ നിൽക്കുക. DI/dt എന്തായി പോവും? 0 ആയി പോവും. അപ്പം വി എന്ന് പറഞ്ഞാൽ മൊത്തം സാധനം എന്തായി പോവും? 0 ആയി പോവും. ഓക്കെ, അപ്പോൾ വെറും കറണ്ടായി ബന്ധപ്പെട്ട് നമുക്ക് വോൾട്ടേജിന് ഉണ്ടാക്കാൻ പറ്റില്ല. ആ കറണ്ട് എന്ത് കറണ്ടാവണം? ചേഞ്ചിങ് കറണ്ടാവണം. ചേഞ്ചിങ് കറണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈനിൽ വാലിഡ് ആയിട്ടുള്ള സാധനമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈനിൽ ഓംസ് ലോ വി ഈസ് ഈക്വൽ ടു LdI/dt എന്നാണ്. ആക്ച്വലി ഇത് ശരിക്കും എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതിങ്ങനെയല്ല. ഇതിന് ഇനിയും ഉണ്ട്. 1 മണിക്കൂർ ലെക്ചർ നമ്മൾ ഓംസ് ലോൻ്റെ 3 ഡൊമൈൻ മാത്രം എടുക്കാനുള്ളതുണ്ട്. എനിക്ക് അത് ഞാനൊരു സെപ്പറേറ്റ് നിങ്ങളെ ഒരു ഇൻട്രസ്റ്റിംഗ് ടു നോ എന്ന രീതിയിൽ ഞാൻ കുറച്ച് ലെക്ചേഴ്സ് ആഡ് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സിലബസിലോ ഒന്നും എക്സാമിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓംസ് ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട കുറച്ചും കൂടെ ഇൻ ഡെപ്ത് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻസ് ആണ് ഈ 3 ഡൊമൈനിൽ കിട്ടുന്ന സാധനം. ആ ഡൊമൈൻ എന്താണ്, ഇതെങ്ങനെ വരുന്നു എന്നൊക്കെ പഠിക്കാനുണ്ട് ശരിക്കും. ഓക്കെ, ഇനി കപ്പാസിറ്ററിൻ്റെ കേസിലേക്ക് പോവാം. ഇൻഡക്ടറിൻ്റെ കേസിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർക്കേണ്ട ബെസ്റ്റ് സാധനം എന്താ? ഇൻഡക്ടർ വിൽ ഒപ്പോസ് ചേഞ്ച് ഇൻ കറണ്ട്. ചേഞ്ച് ഇൻ കറണ്ടിന് ഇൻഡക്ടർ എന്തുണ്ടാക്കുന്നു? ആ കറണ്ട് ചേഞ്ച് കാരണം ഇൻഡക്ടർ ഒരു ഫ്ലക്സ് ഉണ്ടാക്കുന്നു. ആ ഫ്ലക്സ് കാരണം ഇൻഡക്ടർ ഒരു വോൾട്ടേജ് ഉണ്ടാക്കുന്നു. ആ വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് LdI/dt. കപ്പാസിറ്റർ എന്താ ചെയ്യുക? ഇൻഡക്ടർ എന്താ ചെയ്ത് അതിൻ്റെ മറ്റേ ആളെ ആരെ ഒപ്പോസ് ചെയ്യും? കപ്പാസിറ്റർ ഒപ്പോസ് ചെയ്യും. ഇൻഡക്ടർ ആരെ ഒപ്പോസ് ചെയ്ത്? ചേഞ്ച് ഇൻ കറണ്ടിനെ. അപ്പോൾ കപ്പാസിറ്റർ ആരായിരിക്കും ഒപ്പോസ് ചെയ്യുക? ചേഞ്ച് ഇൻ വോൾട്ടേജിനെ. അപ്പോൾ എന്താ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ? കപ്പാസിറ്ററിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? I ഈസ് ഈക്വൽ ടു ഐ അവിടെ നിൽക്കട്ടെ, ചേഞ്ച് ഇൻ വോൾട്ടേജ് ആണെന്ന് ഉറപ്പിച്ചല്ലോ. അപ്പോൾ ആദ്യം മനസ്സിൽ വരേണ്ടത് dV/dt. ആരാ ഒപ്പോസ് ചെയ്യുന്നത്? സി, കപ്പാസിറ്റർ. കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് വാല്യൂ ആണ് സി. അപ്പോൾ സി ഇൻറ്റു dV/dt. ഇനി സി ഇൻറ്റു dV/dt എന്ന് പറഞ്ഞാൽ വോൾട്ടേജിൻ്റെ ചേഞ്ചിനാണ് ഒപ്പോസ് ചെയ്യുന്നത്.
വോൾട്ടേജിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ ആർക്കാ പറ്റുക? കറണ്ടിനെ പറ്റുള്ളൂ. കറണ്ടിൻ്റെ ചേഞ്ചിനെ ഇൻഡക്ടറിൽ ആരാ ഒപ്പോസ് ചെയ്തത്? എൽ ഡി ഐ ബൈ ഡി ടിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആരെ കിട്ടിയ വോൾട്ടേജാണ് ഒപ്പോസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ വോൾട്ടേജിൻ്റെ ചേഞ്ചിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ആര് ഇൻഡ്യൂസ് ആവും? കറണ്ട് ഇൻഡ്യൂസ് ആവും. അപ്പം ഡി വി ബൈ ഡി ടി ആണ്, സി ആണ്, കപ്പാസിറ്ററിലാണ് പറയുന്നത്. അപ്പോൾ സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ദാറ്റ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്ററിലെ കറണ്ട് ഐ. അപ്പം ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, വോൾട്ടേജ് വേരി ആവാത്തൊരു കേസാണെങ്കിൽ അവിടെ കപ്പാസിറ്ററിൽ കറണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കപ്പാസിറ്ററിലെ കറണ്ടിനെ പറ്റി പറയണമെങ്കിൽ മസ്റ്റായിട്ട് വോൾട്ടേജ് വേരി ആവണം. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഒരു സിമ്പിളായ ക്വസ്റ്റ്യൻ, ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈനിൽ ആരാണ് റെസ്പോൺസ്, ആരാണ് ഇൻപുട്ട്, അല്ലെങ്കിൽ ആരാണ് ഇൻപുട്ട്, ആരാ ഔട്ട്പുട്ട്? ഡി ഐ ബൈ ഡി ടി ആണോ ഇൻപുട്ട്, വി ആണോ ഇൻപുട്ട്? ആലോചിച്ച് നോക്ക്, എന്തുകൊണ്ടാണ് വി ഉണ്ടായത്? കറണ്ട് ചേഞ്ച് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വി ഉണ്ടായത് ഇൻഡക്ടറിൽ. കറണ്ട് ചേഞ്ച് ഇല്ലെങ്കിൽ വി ഇല്ല. അപ്പോൾ ഡി ഐ ബൈ ഡി ടി ആണ് നിങ്ങളുടെ ഇൻപുട്ട്. അതിൻ്റെ റെസ്പോൺസ് ആണ് ആര്? വി. ഇനി കപ്പാസിറ്ററിനെ കുറിച്ച് പറയുമ്പം നിങ്ങൾ എന്ത് ചെയ്യണം? കപ്പാസിറ്ററിൽ എന്തുകൊണ്ടാണ് കറണ്ട് ഉണ്ടായത്? കപ്പാസിറ്റർ വോൾട്ടേജിലെ ചേഞ്ചിന് ഒപ്പോസ് ചെയ്യും. അപ്പോൾ ഡി വി ബൈ ഡി ടി എന്ന് പറയുന്നത് വോൾട്ടേജ് ചേഞ്ച് ഉണ്ടായത് കൊണ്ടാണ് അതിൽ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി കറണ്ട് വന്നത്. അപ്പോൾ ഡി വി ബൈ ഡി ടി ആണ് ഇൻപുട്ട്, അതിൻ്റെ റെസ്പോൺസ് അല്ലെങ്കിൽ ഔട്ട്പുട്ടാണ് കറണ്ട്. ഓർത്തല്ലോ? റെഡിയാണല്ലോ? അപ്പോൾ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ നിങ്ങൾക്ക് വി ഈസ് ഈക്വൽ ടു ഐ ആർ മാത്രമല്ല, എക്സാമിന് ചോദിച്ചതൊന്നും എഴുതിയാൽ ചിലപ്പം ആർക്കും താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓംസ് ലോ എന്ന് പറഞ്ഞാൽ 3 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. ടൈം ഇൻവാരിയൻറ്റ് ഡൊമൈനിലാണ് വി ഈസ് ഈക്വൽ ടു ഐ ആർ. നിങ്ങൾക്ക് എക്സാമിന് നോർമലി അത്രയും മതിയാവും. പക്ഷേ ഇലക്ട്രോ മാഗ്നറ്റിക് ഡൊമൈനിൽ വി ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി ആണ്. ഇലക്ട്രോ സ്റ്റാറ്റിക് ഡൊമൈനിൽ ഐ ഈസ് ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി ആണ്. ഓക്കെ, മരിക്കുന്നവരെ മറക്കാൻ പാടില്ലാത്ത 2 ഇക്വേഷൻസ് ആണ്. വി ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി, കപ്പാസിറ്ററിൻ്റെ കേസിൽ ഐ ഈസ് ഈക്വൽ ടു സി ഡി വി ബൈ ഡി ടി. ഉറപ്പിച്ചല്ലോ? അപ്പോൾ നമ്മൾ ബാക്കോട്ടിനെ വരാം. ഓക്കെ, ബാക്കോട്ട് വന്നിട്ട് നമ്മൾ റെസിസ്റ്ററിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. ഇനി ഇൻഡക്ടറിൻ്റെ കേസിൽ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്താ? മരിക്കുന്നവരെ മറക്കാൻ പാടില്ലാത്ത ഇക്വേഷൻ എന്തായിരുന്നു? വി ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. എൽ ഡി ഐ ബൈ ഡി ടി. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആരുടെ ഫംഗ്ഷനാണ്? ഡി ഐ ബൈ ഡി ടിൻ്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് എൽ മാറുമോ? എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇൻഡക്റ്റൻസ്, റെസിസ്റ്റൻസ്, കപ്പാസിറ്റൻസ് അതൊക്കെ കോൺസ്റ്റൻറ്റാണ്. നിങ്ങളൊരു ഇൻഡക്ടർ പീഡിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ മാറ്റാൻ പറ്റില്ല. അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വി മാറ്റണമെങ്കിൽ ആ ഇൻഡക്ടർ കൊടുക്കുന്ന ഡി ഐ ബൈ ഡി ടി ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കണം. അതിനാണ് നമ്മൾ പറയുന്നത് വോൾട്ടേജ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡി ഐ ബൈ ഡി ടി. ഡി ഐ ബൈ ഡി ടി എപ്പം മാറിയാലും വോൾട്ടേജും മാറും. സോ ഞാൻ നെക്സ്റ്റ് ലൈൻ എന്താ എഴുതി? വി ഈസ് ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് ഡി ഐ ബൈ ഡി ടി. സോ ഇവിടെ ആരൊക്കെയാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് മനസ്സിലായല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ എക്സ് ആക്സിൽ നിങ്ങൾ ഡി ഐ ബൈ ഡി ടിന് എടുക്കുക, വൈ ആക്സിൽ അതിൻ്റെ റെസ്പോൺസായ വോൾട്ടേജിന് എടുക്കുക. അപ്പോൾ അതിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? ഓക്കെ, സ്ട്രെയിറ്റ് ലൈൻ കിട്ടും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ബിക്കോസ് ഡി ഐ ബൈ ഡി ടി എത്ര മാറിയാലും ആ വാല്യൂവിനെ എൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സാധനമായിരിക്കും വി കിട്ടുക. ഡി ഐ ബൈ ഡി ടി 1, ഒരു എക്സാമ്പിൾ പറയുകയാണെ മനസ്സിലാക്കാൻ വേണ്ടി. ഡി ഐ ബൈ ഡി ടി 1 ആണെന്ന് വിചാരിച്ചോ, ഇൻഡക്ടറിൻ്റെ വാല്യൂ 2 ആണെന്ന് വിചാരിച്ചോ, വോൾട്ടേജ് എത്രയായിരിക്കും? ഡി ഐ ബൈ ഡി ടി 1, ഇൻഡക്ടറിൻ്റെ വാല്യൂ 2, വോൾട്ടേജ് എത്രയായിരിക്കും? 2 ആയിരിക്കും. നെക്സ്റ്റ് കേസിൽ ഡി ഐ ബൈ ഡി ടി കുറച്ചും കൂടെ കൂടി 2 ആയി. വോൾട്ടേജിൻ്റെ വാല്യൂ എന്തായിരിക്കും? എല്ലാപ്പോഴും കോൺസ്റ്റൻ്റ് അല്ലേ? 2 × 2 4. അടുത്ത കേസിൽ ഡി ഐ ബൈ ഡി ടി 3 ആയി. എല്ലാപ്പോഴും 2 തന്നെ. വോൾട്ടേജ് എത്രയാണ്? 6. ഇങ്ങനെ പ്ലോട്ട് ചെയ്ത് നോക്ക്, ഒരു സ്ട്രെയിറ്റ് ലൈനല്ലേ കിട്ടുക. അത്രയേ ഉള്ളൂ. ഈ ടൈപ്പ് ഏത് സാധനം നിങ്ങൾ പ്ലോട്ട് ചെയ്താലും ഒരു സ്ട്രെയിറ്റ് ലൈനേ കിട്ടുള്ളൂ. ബിക്കോസ് വി ബൈ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ കോൺസ്റ്റൻറ്റ് കിട്ടുന്ന ഇക്വേഷനൊക്കെ പ്ലോട്ട് ചെയ്താൽ സ്ട്രെയിറ്റ് ലൈനേ കിട്ടുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പർ എടുക്കുക, എക്സാമ്പിൾ എന്ന് എഴുതിക്കോളുക. ഡി ഐ ബൈ ഡി ടിക്ക് 1, 2, 3, 4 വാല്യൂസ് എടുക്കുക. എൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ അസ്യൂം ചെയ്യുക. ഓരോ കേസിലും വി എടുക്കുക, ഒരു ഗ്രാഫ് പേപ്പർ എടുത്ത് വരച്ച് നോക്കുക, ചെയ്ത് നോക്കുക, എന്നിട്ട് ഡൗട്ട് തീർക്കുക. അതാണ് നമ്മൾ ഏറ്റവും ബെസ്റ്റ് വേ, ഡൗട്ട് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ്, ഇപ്പം കിട്ടിയാൽ ഈ ലൈൻ്റെ സ്ലോപ്പ് എങ്ങനെ കാണാൻ പറ്റും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വൈ ഇൻ്റർസെപ്റ്റ് ബൈ എക്സ് ഇൻ്റർസെപ്റ്റ്. ഞാനത് അവിടെ ഇങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ വട്ടം വരച്ച് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ്, ഇതാണ് ഇതിൻ്റെ എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ആ 2 പോയിൻ്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ ഒരു വോൾട്ടേജ് തന്നെ കിട്ടുക. ബിക്കോസ് അത് വൈ ആക്സിസിന് പാരലല്ല, വൈ ആക്സിസിൽ വോൾട്ടേജാണ് ഉള്ളത്. എക്സ് ഇൻ്റർസെപ്റ്റ് എക്സ് ആക്സിസിൽ ഡി ഐ ബൈ ഡി ടിക്ക് പാരലല്ല. അപ്പോൾ നിങ്ങൾ ആ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ വൈ ഇൻ്റർസെപ്റ്റ് ബൈ എക്സ് ഇൻ്റർസെപ്റ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുക ഒരു വി
ബൈ ഡി ഐ ബൈ ഡി ടി എന്നുള്ള സാധനം. നമ്മുടെ ബേസിക് ഇക്വേഷനിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ബേസിക് ഇക്വേഷൻ നോക്കിയാൽ അറിയാം, വി ബൈ ഡി ഐ ബൈ ഡി ടി ഇതാണ് ബേസിക് ഇക്വേഷൻ. ഇവിടുന്ന് വി ബൈ ഡി ഐ ബൈ ഡി ടി ചെയ്താൽ എന്താ കിട്ടുക? ദാറ്റ് ഈസ് ഈക്വൽ ടു എൽ. അപ്പോൾ എൽ എന്ന് കിട്ടും. സോ അതിൻ്റെ മീനിങ് എന്താ? സ്ലോപ്പ് ഈസ് കോൺസ്റ്റൻറ്റ്. സ്ലോപ്പ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അതെന്താണ്? ലീനിയറാണ്. അപ്പോൾ ഇൻഡക്ടർ ലീനിയറാണ്. ഇൻഡക്ടർ ലീനിയറാണ്, അത് ഓംസ് ലോനെ ഒബേ ചെയ്യുന്നുണ്ട്. ഓക്കെ. കപ്പാസിറ്റർ, ഇതിനെക്കുറിച്ച് കുറേ ഇനി പറയേണ്ട കാര്യമൊന്നുമില്ല. കപ്പാസിറ്ററിനെ പറ്റി ഒരു ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഐ ഈസ് ഈക്വൽ ടു. കപ്പാസിറ്റർ എന്താ ചെയ്യുക? എല്ലാവരും കപ്പാസിറ്റർ എന്താ ചെയ്യുക? കപ്പാസിറ്റർ വിൽ ഓൾവേസ് ഒപ്പോസ് ചേഞ്ച് ഇൻ വോൾട്ടേജ്. അപ്പോൾ ഇക്വേഷൻ പറയുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് കപ്പാസിറ്ററിൻ്റെ സി, ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡി വി ബൈ ഡി ടി. സി ഇൻറ്റു ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന ആൾ. അതാരായിരിക്കും? ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന ആൾ കറണ്ട് ആയിരിക്കും. ചേഞ്ച് ഇൻ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാവുന്ന ആൾ വോൾട്ടേജും ആയിരിക്കും. സോ സി ഡി വി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഐ. ഐ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ കറണ്ട്. സോ ഐ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡി വി ബൈ ഡി ടി. ഡി വി ബൈ ഡി ടി എപ്പം മാറിയാലും ഐയും മാറും. സോ ഐ ബൈ ഡി വി ബൈ ഡി ടി ഒപ്പോസ് ചെയ്താൽ നമ്മുടെ ക്രോസ് മൾട്ടിപ്ലൈ നിങ്ങൾക്ക് എന്ത് കിട്ടും? സി ആണെന്നും കിട്ടും. മനസ്സിലാക്കി വെച്ചേ. ഇനി ഇവിടുത്തെ ഇൻപുട്ട് ആരാ? ചേഞ്ച് ഇൻ വോൾട്ടേജ് ഡി വി ബൈ ഡി ടി. അതിനെ എക്സ് ആക്സിസിൽ എടുക്കുക. ഔട്ട്പുട്ട് ആരാ? ചേഞ്ച് ഇൻ വോൾട്ടേജ് ഉണ്ടായാൽ മാത്രമേ ഔട്ട്പുട്ടായ കറണ്ട് ഉണ്ടാവുള്ളൂ. അതിനെ വൈ ആക്സിസിൽ എടുക്കുക. പ്ലോട്ട് ചെയ്ത് നോക്കുക. ഐ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻറ്റ് ഇൻ ഡി വി ബൈ ഡി ടി ആയതുകൊണ്ട് എങ്ങനെ പ്ലോട്ട് ചെയ്താലും സ്ട്രൈറ്റ് ലൈനേ കിട്ടുള്ളൂ. അതിൻ്റെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിസിൽ വരുന്ന സാധനം കറണ്ട്. എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസിൽ വരുന്ന സാധനം ഡി വി ബൈ ഡി ടി. അത് രണ്ടും ഡിവൈഡ് ചെയ്താൽ സ്ലോപ്പ് കിട്ടും. ഐ ബൈ ഡി വി ബൈ ഡി ടി മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഐ ബൈ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എന്താ? കപ്പാസിറ്റൻസ് സി. സി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കപ്പാസിറ്റർ കടന്ന് വാങ്ങിക്കഴിഞ്ഞില്ലേ, കയ്യിലുള്ള കപ്പാസിറ്റർ അല്ലേ. സി കപ്പാസിറ്റൻസ് വാല്യൂ എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ കപ്പാസിറ്ററും ഒരു ലീനിയർ എലമെൻ്റ് ആണ്. ഞാൻ എന്തിനാണ് ഇത്രയും ടൈം എടുത്തത് പറയുന്നതെന്ന് വെച്ചാൽ, ഇൻഡക്ടർ, കപ്പാസിറ്റർ അതിനെക്കുറിച്ച് ഡെപ്ത് നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് ഇലക്ട്രിക് സർക്യൂട്ട് തിയറി പഠിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ രക്ഷപ്പെട്ടു പോകാൻ അധികമൊന്നും ഇൻഡക്ടറും കപ്പാസിറ്ററും ഒന്നും വേണ്ട. അതിൻ്റെ തേർഡ് മൊഡ്യൂളിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ ഒരു ഇലക്ട്രിക്കൽ സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ നിങ്ങൾ ബേസിക് ഇലക്ട്രിക്കൽ നേരത്തെ പഠിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ബേസിക് ഇലക്ട്രിക്കൽ പഠിച്ചപ്പോൾ നിങ്ങൾ ഇലക്ട്രിക്കൽ സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും നിങ്ങളൊരു കമ്പ്യൂട്ടർ സ്റ്റുഡൻറ്റോ ഈസി സ്റ്റുഡൻറ്റോ ഒക്കെ പഠിക്കുന്ന ലെവലിൽ തന്നെ പഠിച്ചു വന്നിട്ടുണ്ടാവുള്ളൂ. അതിനെ കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ആ ഫണ്ടമെൻറ്റൽസ്. അതിനാണ് നമ്മൾ ഈ പ്രീ റിക്വസിറ്റ് എടുക്കുന്നത്. സോ ഇതിൻ്റെ അകത്ത് വരുന്ന ചില കാര്യങ്ങൾ ഒരു ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ക്ലാസ്സിനെ വെച്ച് നോക്കുമ്പോൾ മൊഡ്യൂൾ 1 കുറച്ച് മുകളിലേക്ക് നമ്മൾ പഠിക്കും. ഒന്നും നഷ്ടമൊന്നുമില്ല. അത് നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണ്. ഓക്കെ. ഇനി നോൺ ലീനിയർ എലമെൻറ്റ്സ്. നോൺ ലീനിയർ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്ററാണ് ലീനിയർ എലമെൻറ്റ്സ്. നോൺ ലീനിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡയോഡിൻ്റെ ഒരു ഫിഗർ ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. എക്സ് ആക്സും വൈ ആക്സും പ്ലോട്ട് ചെയ്താൽ ഒരിക്കലും സ്ട്രൈറ്റ് ലൈൻ കിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് തന്നെ വെച്ച് ഓർത്താൽ മതി. നിങ്ങൾ ഇൻ ഫ്യൂച്ചർ പഠിക്കുമ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാം. ഡയോഡ്, ട്രാൻസിസ്റ്റർ, വാക്വം ട്യൂബ്സ്, ഇതൊക്കെ സെമി കണ്ടക്ടർ ഡിവൈസ്, ഇതൊക്കെ നോൺ ലീനിയറാണ്. അതിൻ്റെ ഇൻപുട്ടും റെസ്പോൺസും തമ്മിൽ ഓംസ് ലോ പറയുന്ന പോലെ വോൾട്ടേജ്, കറണ്ട് എന്ന രൂപത്തിൽ പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുക നോൺ ലീനിയർ ഷേപ്സ് ആയിരിക്കും. ഓക്കെ, ഓംസ് ലോ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞാണ്. ഓക്കെ, ഇനി ഞാൻ 2 ടോപ്പിക്സ് ബേസിക് കമ്പണൻസ് എന്ന രീതിയിൽ ഒരു 2 ടോപ്പിക്സ് നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമുക്ക് അതിലൊരു ഏകദേശം ഇനി വരാൻ പോകുന്ന നെക്സ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ വേണ്ടി പോകുന്നത് കുറച്ചധികം സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. റെസിസ്റ്റർ, ഇൻഡക്ടർ, കപ്പാസിറ്റർ, ഇവർ 3 പറ്റി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, അതിൽ 2 എന്നാണ് ഇവിടെ കാണുന്നത്. ഞാൻ അതാണ് ജസ്റ്റ് ഇങ്ങോട്ട് മറച്ച് നോക്കിയത്. അത് വേറെ ഒന്നുമല്ല. നമ്പർ 1 റെസിസ്റ്റർ ഉണ്ട്. അത് ഞാൻ ഈ സ്ലൈഡ് ആഡ് ചെയ്തപ്പോൾ മിസ്സായി പോയതാണ്. നമ്മൾ ഇതിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് നമുക്ക് റെസിസ്റ്ററിനെ കുറിച്ചും കൂടെ നോക്കാം. റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓൾറെഡി അറിയുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് അധികം വേറെ ഒന്നും നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി പഠിക്കാനൊന്നുമില്ല. V = IR എന്ന റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സാധനമാണ് റെസിസ്റ്റർ.
അതിൻ്റെ ടെമ്പറേച്ചർ, കോയിഫിഷ്യൻറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. 1-2 ചെറിയൊരു സ്ലൈഡ് മാത്രമേ ഉള്ളൂ, അതിവിടെ വന്നപ്പം മിസ്സായി പോയതാണ്. അപ്പോൾ നമ്മളിപ്പം പഠിക്കുന്നത് ബേസിക് കമ്പണൻസ് ഏതൊക്കെയാണ് അതിനെപ്പറ്റിയാണ്. അപ്പോൾ ആദ്യം റെസിസ്റ്ററിനെ കുറിച്ച് ഓൾറെഡി ഞാൻ കുറേ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇൻഡക്ടറും കപ്പാസിറ്ററിനെ കുറിച്ചാണ് നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത്. എന്താണ് ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ? ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർട്ടിയാണ്. ഇൻഡക്ടറാണ് ശരിക്കും സാധനത്തിൻ്റെ പേര്. ഒരു കടയിൽ പോയിട്ട് ഇൻഡക്റ്റൻസ് വാങ്ങാൻ പറ്റില്ല, ഇൻഡക്ടറേ വാങ്ങാൻ പറ്റുള്ളൂ. ഇൻഡക്ടറിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്പെസിഫിക്കേഷനാണ് ഇൻഡക്റ്റൻസ്, എൽ. സോ ഇൻഡക്റ്റൻസ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ചേഞ്ച് ഇൻ കറണ്ട്. ഇൻഡക്ടർ ഈസ് എ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ചേഞ്ച് ഇൻ കറണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞു ഇൻഡക്ടർ എന്താ ചെയ്യുക? ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടായാൽ ഒപ്പോസ് ചെയ്യും. അങ്ങനെ ഒപ്പോസ് ചെയ്യാൻ സഹായിക്കുന്നത് ആരാ? di/dt ഇൻറ്റു എന്തോ ചെയ്തപ്പം വി കിട്ടിയല്ലോ, എന്തായിരുന്നു? എൽ, ഇൻഡക്റ്റൻസ്. ഇൻഡക്റ്റൻസ് വെച്ച് എന്ന സാധനം സ്വഭാവം അതിനുള്ളത് കൊണ്ട് മാത്രമാണ് di/dt ഉണ്ടായപ്പം അതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റിയത്. ആരുടെ സ്വഭാവം ഇൻഡക്ടർ? ഇൻഡക്റ്റൻസ് ആരുടെ സ്വഭാവം? ഒരു കോയിൽ. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു കോയിലാണ്. അപ്പോൾ ഇൻഡക്റ്റൻസ് എന്ന് പറഞ്ഞാൽ, എൽ എന്ന് പറഞ്ഞാൽ അതൊരു കോയിലിന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കോയിലിന് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഉള്ളത് കൊണ്ടാണ് അതിന് വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇറ്റ് ഈസ് എ പ്രോപ്പർട്ടി ഓഫ് എ മാറ്റർ ബൈ വിച്ച് ഇറ്റ് ഒപ്പോസസ് ചേഞ്ച് ഇൻ കറണ്ട്. ഞാൻ അവിടെ ഒരു ഇൻഡക്ടർ വരച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ പ്ലസ് എന്ന വോൾട്ടേജ് കൊടുത്തു, അടുത്ത സൈഡിൽ മൈനസ് കൊടുത്തു, ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്തു. സോ കറണ്ട് പാസ് ചെയ്യുന്നു. കറണ്ട് കണ്ടോ എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്? പ്ലസ് ടെർമിനലിലാണ് എൻ്റർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് എ, മുമ്പ് പഠിച്ചതാ, ആക്റ്റീവോ പാസീവോ? പ്ലസ്സിൽ എൻ്റർ ചെയ്യുമ്പോൾ, പ്ലസ്സിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ അത് ആക്റ്റീവ് എലമെൻ്റ് ആയിരിക്കും. സോറി പ്ലസ്സിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ പാസീവ് എലമെൻ്റ് ആയിരിക്കും. മൈനസിൽ, നെഗറ്റീവിൽ, പ്ലസ്സിന് പുറത്തേക്കാണ് കറണ്ട് വരുന്നതെങ്കിൽ അത് ആക്റ്റീവ് എലമെൻ്റ് ആയിരിക്കും. സോ VAB = L di/dt. ഇനി ഇൻഡക്ടർ ശരിക്കും പറഞ്ഞാൽ എന്താണെന്ന് താഴത്തെ ഫിഗറിൽ ഞാൻ കാണിച്ചത്. ഒരു കോറിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ വൈൻഡിങ്സ് വെക്കും. എൻ്റെ ആ വൈൻഡിങ്സ് കറണ്ട് കൊടുക്കും. വൈൻഡിങ്സ് കറണ്ട് കൊടുത്താൽ നിങ്ങൾക്കറിയാം, കുട്ടി ക്ലാസ് പഠിക്കുന്ന ഒരു നെയിൽ ആണി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ വൈൻഡിങ്സ് കൊടുക്കുക. എന്തെങ്കിലും കറണ്ട് കൊടുത്താൽ ആ ആണിയിൻ്റെ അകത്ത് മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ് പഠിക്കുന്നത്. അത് തന്നെയാണ് ഇൻഡക്ടർ. ഇൻഡക്ടറിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഒരു കോർ ഉണ്ടാവും, മാഗ്നറ്റിക് കോർ ഉണ്ടാവും. ആ കോറിന് ചുറ്റും ഒരു കണ്ടക്ടർ വൈൻഡ് ചെയ്യും കോയിലായിട്ട്. ആ കണ്ടക്ടർ കറണ്ട് കൊടുക്കും. അത് ചേഞ്ചിങ് കറണ്ട് ആണെങ്കിൽ ഷുവറായിട്ട് അവിടെ ഫ്ലക്സ് ഉണ്ടാവും. ഫ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ L di/dt ഇക്വേഷൻ വെച്ച് ചേഞ്ചിങ് കറണ്ട് പ്രപ്പോർഷനായിട്ടൊരു വോൾട്ടേജ് ഉണ്ടാവും. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ L എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ മറ്റൊരു ഡെഫിനിഷനാണ് ഫ്ലക്സ് ലിങ്കേജ് ബൈ കറണ്ട്. ഇവിടുത്തെ ഫ്ലക്സ് ലിങ്കേജ് എങ്ങനെ കാണാൻ പറ്റും? അതായത് ഈ ഫിഗറിൽ, ഈ കോറിൻ്റെ ഈ ഫിഗറാണ് ഞാൻ പറയുന്നത്. ഈ ഫിഗറിലുള്ള ഫ്ലക്സ് ലിങ്കേജ് എങ്ങനെ കാണാൻ പറ്റും? ആ ഫ്ലക്സ് ലിങ്കേജ് കാണാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നിങ്ങൾ ഫ്ലക്സ് ഉണ്ടാക്കാൻ വേണ്ടി എന്താ ചെയ്തത്? ആ കോറിൻ്റെ മുകളിൽ ഒരു ഇൻഡക്ടർ വെച്ചു, അതിൽ കറണ്ട് കൊടുത്തു. ശരിയല്ലേ? അപ്പോൾ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്താണ്? ഫ്ലക്സ് ലിങ്കേജ് ബൈ കറണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. ഫ്ലക്സ് ലിങ്കേജിൻ്റെ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഫ്ലക്സ് ഉണ്ടാകാൻ വേണ്ടി നിങ്ങൾ എന്താ ചെയ്തത് ആലോചിക്കുക. ഒരു കോയിൽ വെച്ച് കറണ്ട് കൊടുത്തു. അപ്പോൾ ഫ്ലക്സ് ലിങ്കേജ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആ കോയിലിന് എത്ര ടേൺസ് ഉണ്ട് അതിനെ അതിലൂടെ പോകുന്ന കറണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ N × Φ എന്ന് പറഞ്ഞാൽ ആ കോയിലിൻ്റെ ടേണിൻ്റെ എണ്ണം. Φ എന്ന് പറഞ്ഞാൽ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഫ്ലക്സ് ലിങ്കേജ്, ഫ്ലക്സ്, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഫ്ലക്സ് ലിങ്കേജ് കിട്ടും. N × I ചെയ്താൽ കിട്ടിയ ആംബിയർ ടേൺസ് ആണ്. ചെറിയൊരു കൺഫ്യൂഷൻ വന്നതാണ്. ഓക്കെ. അപ്പോൾ N∅ ആണ് ഫ്ലക്സ് ലിങ്കേജ്, കറണ്ട് I ആണ്. അത് രണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഇൻഡക്റ്റൻസ് കിട്ടും. അപ്പോൾ യൂണിറ്റ് എന്തായിരിക്കും? N∅. എന്ന് പറഞ്ഞാൽ ടേൺസ് ആണ്, ഫൈ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെബറാണ്. അപ്പോൾ വെബർ ടേൺസ് ആണ് ന്യൂമറേറ്റർ, ഡിനോമിനേറ്റർ I ആണ്, Iൻ്റെ യൂണിറ്റ് ആംബിയർ ആണ്, കറണ്ടാണ്. സോ വെബർ ടേൺസ് ബൈ ആംബിയർ, ഹെൻറി. ഇതാണ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ്. ഇനി വലിയ ഇക്വേഷൻ ഒന്നും കണ്ട് പേടിക്കേണ്ട, വളരെ സിമ്പിളാണ്. V = L di/dt. എല്ലാവർക്കും അറിയാലോ. ആ di/dt മാത്രം ഒരു സൈഡിൽ വെക്കുക. അപ്പോൾ എന്ത് കിട്ടും? di/dt = 1/L × V, അല്ലെങ്കിൽ V/L എന്ന് കിട്ടും. അപ്പോൾ di/dt കിട്ടിയല്ലോ. di/dt കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് I കണ്ടുപിടിക്കണം. എന്ത് ചെയ്യണം? di/dt ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ഡിയും ബൈ ഡിറ്റും അങ്ങ് പോകും. ഡിഫറൻസിയേഷനും ഇൻറ്റഗ്രേഷനും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ I വരും. അപ്പോൾ രണ്ട് ഭാഗവും ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. di/dt ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ I കിട്ടും. 1/L × V ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എന്താ കിട്ടുക?
ഓക്കെ, സോറി, ഡി ഐ ബൈ ഡി ടിന്നല്ല, നിങ്ങൾ ആ വി ഡി ടിനും കൂടെ പുറത്തേക്ക് കൊണ്ടുപോകുക. ഡി ഐ ഈസ് ഈക്വൽ ടു 1/L ഇൻറ്റു വി ഡി ടി എന്ന് വരും. അതിനുശേഷമാണ് നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡി ഐനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഐ കിട്ടും. 1/L ഇൻറ്റു വി ഡി ടിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/L കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് നിൽക്കും. 1/L ഇൻറ്റു ഇൻറ്റഗ്രൽ ഓഫ് വി ഡി ടി എന്ന് കിട്ടും. അതിനെ അതായത് നിങ്ങൾക്ക് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആദ്യമേ അറിയാം, വി ഈസ് ഈക്വൽ ടു എൽ ഡി ഐ ബൈ ഡി ടി. അവിടുത്തെ കറണ്ടിൻ്റെ ഇക്വേഷനാണ് ഐ ഈസ് ഈക്വൽ ടു 1/L ഇൻറ്റഗ്രൽ വി ഡി ടി. അപ്പം ഇൻറ്റഗ്രൽ വി ഡി ടി എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ഇൻഫിനിറ്റി തൊട്ട് നമ്മൾ ഏത് ടൈമാണോ കാണുന്നത് ആ ടൈം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതായത് വോൾട്ടേജിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് വരിക. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു സമ്മിങ് എഫക്റ്റ് തന്നെയാണ്. കണ്ടിന്യൂസ് സമ്മിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇൻറ്റഗ്രേറ്റ്. അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ആ ഇൻഡക്ടർ ഏതോ സമയം തൊട്ട് അതിലൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ആ വോൾട്ടേജിനെല്ലാം സമ്മ് ചെയ്ത് ഒരു ഇപ്പോഴുള്ള ഈ ഇൻസ്റ്റൻറ്റ് വരെ സമ്മ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, കറണ്ട് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് -ഇൻഫിനിറ്റി ടു പ്രസൻറ്റ് ടൈം ടി വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ 1/L ഐ ഇൻറ്റഗ്രൽ വി ഡി ടിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാം. -ഇൻഫിനിറ്റി തൊട്ട് 0 വരെ ഉള്ളതിനെ ഒരു ടൈമാക്കി സ്പ്ലിറ്റ് ചെയ്തു. അതിനുശേഷം 0 തൊട്ട് ഇപ്പോഴത്തെ പ്രസൻറ്റ് ടൈം ടി വരെ ഉള്ളതിനെ അടുത്ത ടൈമായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതാണ് 1/L -ഇൻഫിനിറ്റി ടു 0 വി ഡി ടി പ്ലസ് 1/L 0 ടു ടി വി ഡി ടി എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് -ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഏതോ ഭൂതകാല പണ്ടെപ്പോഴോ ഉള്ള സംഭവമാണ്. 0 വരെ വന്ന സമയത്ത് 0 എന്ന് പറഞ്ഞാൽ എന്താ, ഇത് നിങ്ങൾ കുറച്ചും കൂടെ മാത്തമാറ്റിക്കലായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്. 0 ടൈം എന്ന് പറഞ്ഞാൽ ടി ഈസ് ഈക്വൽ ടു 0 മുതൽ ഇപ്പോൾ ഉള്ള സമയം വരെയാണ് നമ്മളൊരു നോർമൽ ക്വാണ്ടിറ്റീനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ടി ഈസ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ഒരു 0 ടൈം കൺസിഡർ ചെയ്യുക നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അതിനേക്കാൾ മുമ്പേ അതിൽ വോൾട്ടേജ് അപ്ലൈഡ് ആയിരിക്കും. അതിൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ഭൂതകാലം പാസ്റ്റാണത്. അവിടെ തൊട്ടേ നമ്മൾ ചെയ്ത് വരിക എന്നാണ് ഇതിൻ്റെ മീനിങ്. അങ്ങനെയാണെങ്കിൽ ആ ഭൂതകാലം തൊട്ട് -ഇൻഫിനിറ്റി തൊട്ട് 0 വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സാധനത്തിന് നമ്മൾ ഒരു ഇനീഷ്യൽ കറണ്ട് എന്ന് പറഞ്ഞ് മാറ്റി വെക്കും. അതിന് ശേഷം ബാക്കിയുള്ളതിനെ 1/L 0 മുതൽ ടി വരെയുള്ള ഇൻറ്റഗ്രേറ്റും ചെയ്യും. അത് ഇനീഷ്യൽ കറണ്ട് I0 തന്നിട്ടുണ്ടെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ചില കേസിലൊക്കെ നിങ്ങൾക്ക് ഇനീഷ്യൽ കറണ്ട് I0 തന്നിട്ടുണ്ടാവും. അപ്പം നിങ്ങൾ പിന്നെ ബാക്കോട്ട് പോയി -ഇൻഫിനിറ്റി ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട. കറണ്ട് എന്ന് പറഞ്ഞാൽ I0 പ്ലസ് പിന്നെ 0ക്ക് ശേഷമുള്ളതിന് മാത്രം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അതായത് ഇങ്ങനെയാണ് സംഭവം. ഇതൊരു ആക്സിസ്, ഇതാണ് കറണ്ടിൻ്റെ ആക്സിസ്, ഇവിടെ ടൈമിൻ്റെ ആക്സിസ്. ടൈമിൻ്റെ ആക്സിസിൽ ഇതൊക്കെ നെഗറ്റീവാണ്. ഇവിടെ തൊട്ടിട്ട് ഈ 0 ഈ പോയിൻ്റ് വരെയുള്ള കറണ്ടിനെ നിങ്ങൾക്ക് ചിലപ്പം തന്നിട്ടുണ്ടാവും, ഇനീഷ്യൽ കറണ്ടായി തന്നിട്ടുണ്ടാവും. ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ളത് മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. അങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് എന്ത് കിട്ടുള്ളൂ, കറണ്ട് കിട്ടുള്ളൂ. അപ്പോൾ ഒരു ഇക്വേഷൻ കൂടെ ഇനി ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഇക്വേഷൻ എപ്പോഴും V ഈസ് ഈക്വൽ ടു L ഡി ഐ ബൈ ഡി ടി. അപ്പം അതേ ഇൻഡക്ടറിൻ്റെ കറണ്ട് ഇക്വേഷൻ ചോദിച്ചാൽ I ഈസ് ഈക്വൽ ടു 1/L ഇൻറ്റു ഇൻറ്റഗ്രൽ വി ഡി ടി. ഓക്കെ, അത് പഠിച്ചു വെക്കുക. അപ്പോൾ ഒരു ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ റെസിസ്റ്റർ ഇക്വേഷൻ പോലെ സിമ്പിളല്ല. ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് V ഈസ് ഈക്വൽ ടു L ഡി ഐ ബൈ ഡി ടി നിങ്ങൾക്ക് മരിക്കുന്ന വരെ മറക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ കറണ്ടിൻ്റെ ഇക്വേഷനിൽ നിർബന്ധമായിട്ടും ഡിഫറൻസിയേഷൻ തിരിച്ചിടുമ്പോൾ ഒരു ഇൻറ്റഗ്രേഷൻ വരും. അതുപോലെ വോൾട്ടേജിലും കറണ്ടിൻ്റെ ഇക്വേഷൻ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നിർബന്ധമായിട്ട് അതിൻ്റെ അകത്തൊരു ഇൻറ്റഗ്രേഷൻ ടൈം വരും. ഓക്കെ, ഇതൊന്നൊന്നുമില്ല, കണ്ട് പേടിക്കേണ്ട. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡക്ടർ ഒന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ V ഈസ് ഈക്വൽ ടു L ഡി ഐ ബൈ ഡി ടി ആണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഡി സി കറണ്ടിൻ്റെ പ്രത്യേകത എന്താ? ഇതൊക്കെ എ സിക്ക് ഇൻഡക്ടറൊക്കെ ബാധകമുള്ളൂ എന്ന് നമ്മളെപ്പോഴും പറയും. ഇൻഡക്ടർ കപ്പാസിറ്ററൊക്കെ എ സിൻ്റെ കേസിലേ വരുന്നുള്ളൂ. അത് എക്സാക്ട്ലി ശരിയല്ല, ഡി സിൻ്റെ കേസിലും വരും. അതെപ്പോഴാണ് വരിക എന്നൊക്കെ നമ്മളിനി വരുന്ന മൊഡ്യൂൾസ് പഠിക്കും. പക്ഷെ ജനറലി ഡി സി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? ഡി ഐ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എന്താ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ? ചേഞ്ച് ഇൻ കറണ്ട് ഡി ഐ ബൈ ഡി ടി. ബിക്കോസ് ഡി സി കറണ്ട് വോൾട്ടേജ് ഒക്കെ ഡി സി എങ്ങനെയാണ് 2 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് മരിക്കുന്നവരേ 2 വോൾട്ട് ആയിരിക്കും. എ സി ആണ് ഇങ്ങനെയൊക്കെ പോവുക. അപ്പോൾ ഡി സിക്ക് ഒരിക്കലും മാഗ്നിറ്റ്യൂഡ് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ ഡി സി കറണ്ട് എന്ന് പറഞ്ഞാൽ ഡി ഐ ബൈ ഡി ടി എന്ന് പറഞ്ഞ ടേം ഇല്ല. കറണ്ടിൻ്റെ ചേഞ്ച് എപ്പോഴും 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഡി സി അപ്ലൈ ചെയ്യുന്ന സ്ഥലത്ത് ഡി ഐ ബൈ ഡി ടി ഇല്ലെങ്കിൽ
ഒരു ഇൻഡക്ടർ എടുത്തിട്ട് നിങ്ങൾ DC കറണ്ട് കൊടുത്താൽ എപ്പോഴെങ്കിലും ഒരു DI/dt ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം ഇൻഡക്ടറിൽ DC കൊടുത്തു കഴിഞ്ഞാൽ DI/dt 0 ആയതുകൊണ്ട് അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജും 0 ആയിരിക്കും. ഓക്കെ, ഉറപ്പിച്ചല്ലോ. V = DI/dt ആ ഇക്വേഷൻ തന്നെ അതിലൊക്കെ കളിക്കുന്നത്. പക്ഷേ DC ആയതുകൊണ്ട് DI/dt 0 ആണ്. DI/dt 0 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അക്രോസ് വോൾട്ടേജും 0 ആയിരിക്കും. DCയിൽ കൊടുത്ത ഇൻഡക്ടറിൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും. ഓക്കെ, വോൾട്ടേജ് 0 ആവുക എന്ന് പറയാൻ എന്താ മീനിങ്? എപ്പോഴാണ് വോൾട്ടേജ് 0 ആവുക? നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഷോർട്ട് സർക്യൂട്ട് ടു ഓപ്പൺ സർക്യൂട്ട് 2 കണ്ടീഷൻ ഉണ്ട്. അതും ഇലക്ട്രിക്കലിൽ ലൈഫ് ലോങ് ആവശ്യം വരുന്ന ഒരു കൺസെപ്റ്റാണ്. ഷോർട്ട് സർക്യൂട്ട് ചെയ്താൽ എന്താ സംഭവിക്കുക? നിങ്ങളൊരു ബാറ്ററി എടുത്തു, പ്ലസിൻ്റെ മൈനസിൻ്റെ ഇടയ്ക്ക് ഒരു വയർ ചുമ്മാ വെച്ചു, ഷോർട്ടാക്കി വെച്ചു. എന്താ സംഭവിക്കുക? ഫുൾ കറണ്ട് അതിൽ ഈസി ആയിട്ട് പാസ് ചെയ്യും. ബിക്കോസ് അതിന് റെസിസ്റ്റൻസ് ഒന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടിന് പറഞ്ഞാൽ റെസിസ്റ്റൻസ് 0 ആയിട്ടുള്ള കണ്ടീഷനാണ്. ഫുൾ കറണ്ട് ഈസി ആയിട്ട് പാസ് ചെയ്യും. ഓക്കെ, കറണ്ട് വെരി ഹൈ ആയിട്ട് പാസ് ചെയ്യും. പക്ഷെ വോൾട്ടേജ് എന്തായിരിക്കും ഷോർട്ട് സർക്യൂട്ടിൽ? ഷോർട്ട് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും? ഷോർട്ട് സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ഹൈ കറണ്ട് പാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ 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 മില്ലി സെക്കൻഡ് കൊണ്ട് തന്നെ കംപ്ലീറ്റ് കറണ്ട് അതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫുൾ ആ ഇതിൻ്റെ പവറും എന്ത് ചെയ്യപ്പെടും? ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലാതെയാക്കപ്പെടും, 0 ആക്കപ്പെടും. അപ്പോൾ ഏത് ടെർമിനലിൻ്റെ ഇടയ്ക്കും ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് 0 ഇതിലേക്ക് പോകും, 0 വോൾട്ടേജിലേക്ക് പോകും. ഓക്കെ, അതൊക്കെ നിങ്ങൾക്ക് ഇലക്ട്രിക്കലി ചെക്ക് ചെയ്ത് നോക്കാവുന്ന കാര്യങ്ങളാണ്. ഒരു ലൈറ്റിന് അക്രോസ് ആയിട്ട് ഒരു ഷോർട്ട് സർക്യൂട്ട് വെച്ച് നോക്കിയാൽ എന്താ സംഭവിക്കാനുള്ള ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ആലോചിക്കേണ്ടത് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻഫിനിറ്റ് ആയിട്ട് പാസ് ചെയ്യും, വോൾട്ടേജ് 0. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാലോ? ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചിട്ടാണ്. ഒരു 2 ടെർമിനൽ തമ്മിലൊരു കണക്ഷനും ഇല്ലാതെ വെക്കുക. അവിടെ നിങ്ങൾ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഹൈ വോൾട്ടേജ് അവിടെ കാണിക്കും. പക്ഷെ കറണ്ട് പാസ് ചെയ്യുമോ? കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല, കറണ്ട് 0 ആയിരിക്കും. അപ്പോൾ അത് ആലോചിച്ച് വെക്കുക. അപ്പോൾ വോൾട്ടേജ് = 0 എന്ന് പറഞ്ഞാൽ പെർമനൻ്റ്ലി ഒരു ഇൻഡക്ടർ, DCൻ്റെ കേസിൽ ഇൻഡക്ടർ കണക്ട് ചെയ്താൽ ആ ഇൻഡക്ടറിന് അക്രോസ് വോൾട്ടേജ് 0 ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ആ ഇൻഡക്ടർ ഒരു എന്തിന് ഈക്വലൻ്റ് ആണ്? ഷോർട്ട് സർക്യൂട്ടിന് ഈക്വലൻ്റ്. ഷോർട്ട് സർക്യൂട്ടിൽ മാത്രമേ വോൾട്ടേജ് എപ്പോഴും 0 ആയിട്ട് നിൽക്കുള്ളൂ. സോ ഇൻഡക്ടർ L ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട് ഫോർ DC സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. DCയുടെ കേസിൽ ഇൻഡക്ടർ എപ്പോഴും ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ 0 വോൾട്ടേജ് കേസായിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടായി നിൽക്കും. പഠിച്ചല്ലോ. ഇനി അടുത്തത് ഒന്നുമില്ല, V = LdI/dt ഞാൻ പറഞ്ഞല്ലോ. DI/dt വളരെ കൂടുതലാണെങ്കിലോ ഓട്ടോമാറ്റിക്കായിട്ട് Lൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്, Vൻ്റെ വാല്യൂവും അതേപോലെ ഹൈ ആയിട്ട് കൂടും. അതുപോലെ DI/dt കുറവാണെങ്കിൽ അവിടെ എന്താവും? ഇൻഡ്യൂസ് ചെയ്യുന്ന വോൾട്ടേജിൻ്റെ വാല്യൂയും കുറവായിരിക്കും. അതാണ് സെക്കൻഡ് പോയിൻറ്റ്. തേർഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡക്ടറിൻ്റെ അക്രോസുള്ള കറണ്ട് കോൺസ്റ്റൻ്റ് ആയി നിൽക്കുകയാണെങ്കിൽ, അതായത് DI/dt 0 ആണെങ്കിൽ അവിടെ വോൾട്ടേജും 0 ആയിരിക്കും. എല്ലാം സെയിം തന്നെയാണ്, വലിയ കാര്യമൊന്നുമില്ല. ഫോർത്ത് പോയിൻ്റ്, ഒരു ഐഡിയൽ ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, ഫുള്ളി L മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു പ്യുവർ കോയിൽ എടുക്കുക. ആ കോയിലിൽ കൂടെ നിങ്ങൾ കൊടുക്കുന്ന കറണ്ട് ഒരു തുള്ളി പോലും വേസ്റ്റായി പോവില്ല, ഹീറ്റ് ഉണ്ടാവാൻ പാടില്ല, ഫുള്ളായിട്ട് ഫ്ലെക്സായി മാറണമെന്നാണ് നമ്മളെ ആഗ്രഹം. എന്താണ് ഇൻഡക്ടറിൻ്റെ പരിപാടി? കറണ്ട് കൊടുത്താൽ ഫ്ലക്സ് ഉണ്ടാക്കുക. ഫ്ലക്സിൻ്റെ ആ കറണ്ട് ചേഞ്ച് കാരണം ഫ്ലക്സിന് ചേഞ്ച് വരും, അവിടെ EMF ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഇതാണ് ഇൻഡക്ടർ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡക്ടറിൽ Lൻ്റെ വാല്യൂ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അവിടെ ഒരു തുള്ളി പോലും കൊടുക്കുന്ന കറണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് വേസ്റ്റ് ആയിട്ട് പോകാൻ പാടില്ല. സോ R = 0. അതാണ് ഐഡിയൽ കേസ്. പക്ഷേ പ്രാക്ടിക്കലി നിങ്ങൾ എത്ര നല്ല ഇൻഡക്ടർ ഉണ്ടാക്കിയാലും നിങ്ങൾ വീട്ടിലുള്ള മെഷീൻസൊക്കെ തുറന്ന് നോക്കി അതിൻ്റെ അകത്തൊക്കെ വൈൻഡിങ്ങാണ് ഉണ്ടാവുക. മിക്സി ഒക്കെ വൈൻഡിങ്ങാണ്. മിക്സി ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് വൈൻഡിങ്ങാണ്, ഫുൾ ഇൻഡക്റ്റൻസ് മാത്രമേ ഉള്ളൂ, റെസിസ്റ്റൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഒട്ട് നോക്കിയാൽ അറിയാം അതിന് ചൂടുണ്ടാവും. ചൂടുണ്ടാവാനുള്ള കാരണം എന്താ? ഹീറ്റ് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് കാരണം ഉണ്ടാകുന്ന ലോസാണ് ഹീറ്റായി പോകുന്നത്. അപ്പോൾ പ്രാക്ടിക്കലി ഏത് മെഷീൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഇൻഡക്റ്റൻസും ഉണ്ടാവും, റെസിസ്റ്റൻസും ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് നിങ്ങൾ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. പ്രാക്ടിക്കൽ കേസിൽ ഒരു സീരീസ് റെസിസ്റ്ററും കൂടെ ഉണ്ടാവും. അതുപോലെ അടുത്ത കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസാണ് AC കേസ്. AC അനാലിസിസിൻ്റെ കേസിൽ
ഇൻഡക്ടറിൻ്റെ അകത്ത് വോൾട്ടേജും കറണ്ടും തമ്മിലൊരു ആംഗിൾ ഡിഫറൻസ് ഉണ്ട്. റെസിസ്റ്റർ ആണെങ്കിൽ വോൾട്ടേജും കറണ്ടും എല്ലായ്പ്പോഴും ഇൻ ഫേസ് ആയിരിക്കും. ഇതും ജീവിതം മുഴുവൻ ഓർത്ത് വെക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇലക്ട്രിക് സർക്യൂട്ട് ആൻഡ് നെറ്റ്വർക്ക്സ് പഠിക്കുന്നവരാണെങ്കിൽ അറിയാം. ബേസിക് ഇലക്ട്രിക് പഠിക്കുന്നവരാണെങ്കിൽ തേർഡ് മൊഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഒരു വോൾട്ടേജും കറണ്ടും ഒരു റെസിസ്റ്ററിൻ്റെ അകത്ത് എപ്പോഴും ഇൻ ഫേസ് ആയിരിക്കും. പക്ഷേ ഇൻഡക്ടറിൻ്റെ അകത്ത് പോകുമ്പോൾ അവർ തമ്മിൽ ഇൻ ഫേസ് ആയിരിക്കില്ല. അവർ തമ്മിൽ 90 ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും. ഇൻഡക്ടറിലും കപ്പാസിറ്ററിലും വോൾട്ടേജും കറണ്ടും തമ്മിൽ ഏത് ഇൻസ്റ്റൻ്റ് എടുത്ത് നോക്കിയാലും 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവും. അതിൽ ഇൻഡക്ടറിൽ എന്താ ചെയ്യുക? ഇൻഡക്ടർ ലാഗ്സ്. ആരാ ലാഗ് ചെയ്യുന്നത്? ഇൻഡക്ടറിൽ കറണ്ട് വോൾട്ടേജ് കഴിഞ്ഞിട്ടാണ് വരിക, 90 ഡിഗ്രി കഴിഞ്ഞിട്ട്. സോ ഇൻഡക്ടർ ലാഗ്സ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അതുപോലെ കപ്പാസിറ്ററിൻ്റെ കേസിലാണെങ്കിൽ ഇതേപോലെ 90 ഡിഗ്രി ഉണ്ട്, പക്ഷേ ആരാ മുമ്പിൽ വരിക? കറണ്ട് ലീഡാ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇൻഡക്ടറിൽ കറണ്ട് ലാഗ് ചെയ്യും, കപ്പാസിറ്ററിൽ കറണ്ട് ലീഡ് ചെയ്യും. 90 ഡിഗ്രി ആണ് ആ ആംഗിൾ. അത് പ്യുവർ കപ്പാസിറ്ററിൻ്റെ കേസാണ്, അല്ലെങ്കിൽ പ്യുവർ ഇൻഡക്ടറിൻ്റെ കേസാണ്. ആ പ്യുവർ എന്ന കാര്യം പോയി കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പോൾ എക്സാക്ട്ലി 90 ഉണ്ടാവില്ല, മറ്റൊരു വാല്യൂയിലേക്ക് പോകും. ഇതും നമ്മൾ ഓൾറെഡി തേർഡ് മൊഡ്യൂളിൻ്റെ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. EST 130 മൊഡ്യൂൾ 3 ലെക്ചർ 1 ലെക്ചർ 2 ആയിട്ട് വരുന്നുണ്ട്. ഫേസ് ഡിഫറൻസിൻ്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്, അത് നോക്കുക. ഓക്കെ, ഇനി നമ്മുടെ കപ്പാസിറ്റൻസ് ഇപ്പം നിങ്ങൾ ഇൻഡക്ടറിൽ എന്തൊക്കെ ചെയ്തോ എല്ലാം തിരിച്ചിട്ട കപ്പാസിറ്ററിൻ്റെ കാര്യങ്ങൾ കിട്ടും. ഇക്വേഷൻ എന്തായിരുന്നു? I is equal to CdV/dt, കപ്പാസിറ്ററിൻ്റെ ബേസിക് ഇക്വേഷൻ. അതിൻ്റെ അകത്ത് നിന്ന് dV/dt എടുത്തു, എന്താ? I/C. അതിൻ്റെ അകത്ത് നിന്ന് dV എടുക്കുകയാണെങ്കിൽ എന്താ വരിക? I/C × dt എന്ന് വരും. ഓർ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡിൽ V കിട്ടും, ആ സൈഡിൽ I/C I/C കോൺസ്റ്റൻ്റ് ആയിട്ട് I/Cയിലെ 1/C കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുക്കും. ഐനെ മാത്രം ഇൻറ്റഗ്രേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടൈം, I/dt എന്ന് വരും. സോ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു 1/C ഇൻറ്റഗ്രൽ I/dt എന്ന് വരും. ഇതും എവിടെ തൊട്ട് എവിടെ വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നേരത്തെ കേസ് ആലോചിക്കുക. 0 ടൈമാണ് എപ്പോഴും നമുക്ക് അറിയുന്ന ടൈം, പക്ഷേ നമുക്ക് അറിയാതൊരു സമയം ഉണ്ടായിരുന്നു, ഒരു ഭൂതകാലം ഉണ്ടായിരുന്നു. ആ ഭൂതകാലം തൊട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരണം. അതായത് -∞ to 0 കഴിഞ്ഞ് നിങ്ങൾ ഇപ്പം ഇതാണ് ഇപ്പം കാണേണ്ട സമയം എന്ന് വിചാരിച്ചോ. ഒരു പർട്ടിക്കുലർ ടൈം T, ഇത് 0, ഇത് -∞. ഇപ്പം -∞ തുടങ്ങി 0 ആക്സിസും ക്രോസ് ചെയ്ത് ഇപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ടൈം വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അതാണ് 1/C -∞ to T I/dt എന്ന് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിനെ നേരത്തെ പോലെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. -∞ to 0 വരെ ഒരു സെഷനും ആക്കി, 0 to T വരെയുള്ള അടുത്ത സെഷനും ആക്കി. ഒരൊറ്റ ഇൻറ്റഗ്രലിനെ 2 കഷ്ണാക്കി മാറ്റി വെച്ച് നടുവൊരു പ്ലസ് ഇട്ട് കൊടുത്തു. അത്രയേ ഉള്ളൂ. അപ്പോൾ -∞ to 0 വരെയുള്ള സാധനത്തിനെ ഇനീഷ്യൽ വോൾട്ടേജ് എന്ന് മാറ്റി. വോൾട്ടേജിൻ്റെ ഇക്വേഷൻ ആണല്ലോ അത്. അപ്പോൾ ഇനീഷ്യൽ വോൾട്ടേജ് മാറ്റി, ബാക്കിയുള്ളത് നിങ്ങൾ പ്ലസ് ചെയ്ത് 1/C ഇൻറ്റഗ്രൽ 0 to T I/dt ചെയ്ത് കണ്ടുപിടിക്കണം. ഇതാണ് കേസ്. അപ്പോൾ ഇനീഷ്യൽ വോൾട്ടേജ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ആ -∞ to 0 വരെ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം 0 to T വരെയുള്ള ചെയ്താൽ മതി. മറ്റേത് ജസ്റ്റ് പ്ലസ് ചെയ്ത് ഇട്ടാൽ മതി. ഇത്രയേ ഉള്ളൂ. പ്രോപ്പർട്ടീസ് ഓഫ് കപ്പാസിറ്റർ നേരത്തെ അതേ പണിയാട്ടോ. DC കൊടുത്താൽ എന്താ സംഭവിക്കാമെന്ന് ചോദിക്കാം. DC കൊടുത്താൽ വോൾട്ടേജ്, ചേഞ്ച് ഇൻ വോൾട്ടേജ് എന്തായിരിക്കും? അല്ലെങ്കിൽ DC എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനും കറണ്ടിനും ഒക്കെ കോൺസ്റ്റൻറ്റ് മാഗ്നിറ്റ്യൂഡാണ്, ചേഞ്ച് ഇല്ല. അപ്പോൾ DCയിൽ dV/dt ചേഞ്ച് ഇൻ വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ DC കൊടുത്തു കഴിഞ്ഞാൽ CdV/dt മൊത്തം 0 ആയി പോകും. സോ I will be 0. എപ്പോഴാണ് കറണ്ട് 0 ആവുക? 2 പോയിൻ്റ് Aയും B എന്ന് പറഞ്ഞ 2 പോയിൻ്റ് തമ്മിൽ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ വോൾട്ടേജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും കറണ്ട് പാസ് ചെയ്യും. വയറിന് പോലെ ഒരു റെസിസ്റ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ആ റെസിസ്റ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു കറണ്ട് പാസ് ചെയ്യും. ഒന്നും കണക്ട് ചെയ്യാതെ 2 പോയിൻ്റ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ചാൽ അവിടെ കറണ്ട് ഉണ്ടാവുമോ? ഉണ്ടാവില്ല. ഒരു പാത്ത് ഉണ്ടെങ്കിലേ കറണ്ടിന് പാസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ കറണ്ട് ത്രൂ ഇറ്റ് വിൽ ബി 0. അപ്പോൾ കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ആ 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്ക് വഴിയില്ല, അല്ലെങ്കിൽ അത് ഓപ്പൺ സർക്യൂട്ടാണ്. ഒരു സർക്യൂട്ട് ക്ലോസ് ആയാലേ കറണ്ടിന് ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഓപ്പൺ സർക്യൂട്ടിൽ കറണ്ട് ഇല്ലെങ്കിലും ആരുണ്ടാവും? വോൾട്ടേജ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇവിടെ ഒരു +5 വോൾട്ടും ഒരു -5 വോൾട്ടും കൊണ്ട് വെക്കാം. അൻറ്റിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കണക്ഷൻ കൊടുക്കാത്തടത്തോളം കാലം ഇത് +5 -5 ആയി തന്നെ അവിടെ നിൽക്കും. ഓക്കെ, സോ എ കപ്പാസിറ്റർ വിൽ നെവർ capacitor act as open circuit
ഇൻ DC സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ്. ഓക്കെ ആണല്ലോ. അടുത്തത് എന്താ? dV/dt എ കപ്പാസിറ്റർ വിൽ നെവർ അലോ സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ്. അതായത് വോൾട്ടേജ് സഡനായി ചേഞ്ച് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? വോൾട്ടേജ് സഡനായി ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്മോൾ ടൈമിൽ, dt വളരെ ചെറുതാണ്, ഒരു സ്മോൾ ടൈമിൽ ഹൈ ചേഞ്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ന്യൂമറേറ്റർ മാത്രം പെട്ടെന്ന് കൂടി ഡിനോമിനേറ്റർ വളരെ കുറഞ്ഞു. അപ്പോൾ ആ മൊത്തം C × dV/dt എന്ന് പറഞ്ഞ സാധനം വളരെ ഹൈ വാല്യൂയിലേക്ക് പോകും. അപ്പോൾ അതിൻ്റെ കറണ്ട് വളരെ ഹൈ കറണ്ട് അവിടെ ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ആ ഹൈ കറണ്ട് ആരെ ഒപ്പോസ് ചെയ്യും? ആ ചേഞ്ച് ഇൻ വോൾട്ടേജിനെ ഒപ്പോസ് ചെയ്യും. ഞാൻ ഇവിടെ എഴുതിയതിൻ്റെ മീനിങ് എന്താ പറയുക? ഒരു ഇങ്ങനെ ആരോ മാർക്ക് ഇട്ട് ഇങ്ങനെയൊക്കെ എഴുതിയെന്താ വെച്ചാൽ കറണ്ട് വിൽ ഇൻക്രീസ് ടു എ ഇൻഫിനിറ്റ് വാല്യൂ എന്നാണ് പറയുന്നത്. അതായത് dV/dtയിൽ dt ഒരു വളരെ ചെറിയ സമയമാണ് ഞാൻ പറഞ്ഞു. ഒരു സ്മോൾ ടൈമിലാണ് സഡൻ ചേഞ്ച് ഇൻ വോൾട്ടേജ് ഉണ്ടായത്. സ്മോൾ ടൈം എന്ന് പറഞ്ഞാൽ dt ഒരു 0ൻ്റെ അടുത്തേക്ക് വന്നെന്ന് വിചാരിക്കാം. സംതിങ് ബൈ 0 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഇൻഫിനിറ്റി ആണ്. അതുകൊണ്ടാണ് ആ സമയത്ത് C × dV/dt എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്നത്. ഇതൊക്കെ മറ്റേലും ബാധകമാണ് കേട്ടോ. ഞാൻ അത്ര ഡീറ്റെയിൽ അവിടെ പറഞ്ഞില്ല തോന്നുന്നു. ഇൻഡക്ടറിലെ V = L dI/dt സഡൻ ചേഞ്ച് ഇൻ കറണ്ട് ഉണ്ടായ അവിടെയും വോൾട്ടേജ് ഇതേപോലെ ഇൻഫിനിറ്റ് വോൾട്ടേജ് വന്നിട്ടാണ് ഒപ്പോസ് ചെയ്യുന്നത്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ്, കപ്പാസിറ്ററിൻ്റെ അകത്താണെങ്കിൽ വോൾട്ടേജും കറണ്ടും തമ്മിൽ 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവും. ആരാണ് ലീഡ് ചെയ്യുക? കപ്പാസിറ്ററാണെങ്കിൽ കറണ്ട് ലീഡ് ചെയ്യും, ഇൻഡക്ടറാണെങ്കിൽ കറണ്ട് ലാഗ് ചെയ്യും. പിന്നെ ഐഡിയൽ കപ്പാസിറ്ററിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഐഡിയൽ കപ്പാസിറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത് R ഇൻഫിനിറ്റി ആയിട്ട്. എന്താ ഈ കപ്പാസിറ്ററിൻ്റെ R? കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2 പ്ലേറ്റാണ്, പോസിറ്റീവ് പ്ലേറ്റ്, നെഗറ്റീവ് പ്ലേറ്റ്. അതിൻ്റെ ഇടയ്ക്ക് ഡൈലക്ട്രിക് എന്ന് പറഞ്ഞൊരു മെറ്റീരിയൽ ഉണ്ട്. ഈ ഡൈലക്ട്രിക്കിൻ്റെ റെസിസ്റ്റൻസ് ആണ് ഒരു കപ്പാസിറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാം. ഈ പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡൈലക്ട്രിക് അത്രയും ഹൈ റെസിസ്റ്റൻസ് ഉള്ളതായിരിക്കും. അതായത് ഒരു തുള്ളി കറണ്ട് ഡിസ്ചാർജ് പോലും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവില്ല, പോസിറ്റീവ് പ്ലേറ്റ് നെഗറ്റീവ് പ്ലേറ്റ് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ അതിൻ്റെ റെസിസ്റ്റൻസ് എവിടെ കാണിക്കണം? ഇങ്ങനെ പാരലായിട്ട് കാണിക്കണം. ബിക്കോസ് ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതാണ് പറയുന്നത്, ഈ സ്ഥലമാണ് പറയുന്നത്. ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു ഓപ്പൺ സർക്യൂട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഓപ്പൺ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് ഒരിക്കലും കറണ്ട് പാസ് ചെയ്യില്ല. ഫുള്ള് കറണ്ടും ആ വഴിക്ക് നമ്മൾ അവിടെ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫുള്ള് കറണ്ടും കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റിന് അക്രോസ് വന്നിങ്ങനെ നിൽക്കും. ഇതിൻ്റെ ഇടയ്ക്ക് കറണ്ട് ഇങ്ങനെ പാസ് ചെയ്യാൻ ഒരു വഴിയുമില്ല. അതാണ് അതിന് പാരലായിട്ട് ഞാൻ ഒരു ഓപ്പൺ സർക്യൂട്ട് വെച്ചത്. ഇനി നമ്മളെ കപ്പാസിറ്റർ കുറച്ച് വീക്കായി, അതിനെന്തോ ഒരു ചെറിയ വീക്ക്നെസ് വന്ന് അതിൻ്റെ 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് കറണ്ട് കുറച്ച് പാസ് ചെയ്യാൻ തുടങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ എങ്ങനെ ആ കറണ്ടിനെ കാണിക്കും? ആ ഓപ്പൺ സർക്യൂട്ട് മാറ്റി അവിടെ എന്ത് വെച്ച് കൊടുക്കുക? ഓപ്പൺ സർക്യൂട്ട് മാറ്റിയിട്ട് അവിടെ ഒരു ഹൈ റെസിസ്റ്റൻസ് വെച്ച് കൊടുക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റിന് പാരലായിട്ട് മുകളിൽ എന്ത് വരും? ഇങ്ങനെ നിൽക്കുന്ന 2 പ്ലേറ്റ്, അതിന് പാരലായിട്ട് മുകളിൽ കൂടെ ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ വരും ഒരു റെസിസ്റ്റൻസ് ഒരു പാത്ത്. അപ്പോൾ മുകളിൽ കൂടെയുള്ള പാത്തിലൂടെ മെല്ലെ കറണ്ട് 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് പാസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ആ റെസിസ്റ്റൻസ് വെരി 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 ഹൈ ആയിരിക്കണം. റെസിസ്റ്റൻസ് ലോ ആണെങ്കിൽ അതിൻ്റെ മീനിങ് എന്താ? കപ്പാസിറ്റർ എന്ന് പറയാൻ പറ്റുമോ? 2 പ്ലേറ്റിൻ്റെ ഇടയ്ക്ക് കംപ്ലീറ്റ് കറണ്ട് പിന്നെ ആ റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യില്ലേ? അപ്പോൾ അതാണ് മീനിങ്. ഇൻഡക്ടറിലാണെങ്കിൽ അത് പ്രാക്ടിക്കൽ ഇൻഡക്ടറിലേക്ക് മാറുമ്പോൾ സ്മോൾ റെസിസ്റ്റൻസ് നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത്. കപ്പാസിറ്റർ ആണെങ്കിൽ പ്രാക്ടിക്കലിലേക്ക് മാറുമ്പോൾ ഹൈ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യണം. ആൻഡ് ഐഡിയൽ കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ റെസിസ്റ്റൻസ് ഹൈ എന്ന് പറഞ്ഞാൽ പോരാ, ഐഡിയൽ കപ്പാസിറ്റർ ഒരു തുള്ളി കറണ്ടും പാസ് ചെയ്യില്ല. നമ്മുടെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം. അതാണ് നമ്മൾ ആ ഫിഗറിൽ കാണിച്ചത്. ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിന് പാരലായിട്ട് ഒരു ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് കാണിക്കുക. കപ്പാസിറ്റർ ഐഡിയൽ അല്ല, പ്രാക്ടിക്കൽ ആണെങ്കിൽ കുറച്ചൊക്കെ കറണ്ട് പാസ് ചെയ്യും. അപ്പോൾ കുറച്ച് കറണ്ട് പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരമാവധി മാക്സിമം റെസിസ്റ്റൻസ് ആണ് അവിടെ പ്രാക്ടിക്കലാണ് കൊടുക്കേണ്ടത്. ആലോചിക്കേണ്ടത് എന്താ? ഇൻഡക്ടർ ആണെങ്കിൽ അതിൻ്റെ അകത്ത് റെസിസ്റ്റൻസ് എവിടെയാണ് നിങ്ങൾ വെച്ചത്? സീരീസ് ആയിട്ടാണ് വെച്ചത്. കപ്പാസിറ്റർ ആണെങ്കിൽ സീരീസ് ആയിട്ടല്ല വെക്കേണ്ടത്, അത് പാരലായിട്ടാണ് റെസിസ്റ്റൻസ് വെക്കേണ്ടത്. ഇൻഡക്ടർ ആയപ്പോൾ ഐഡിയൽ കേസിൽ സീരീസ് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 0 ആണ്. പ്രാക്ടിക്കൽ കേസിൽ ദർ വിൽ ബി എ സ്മോൾ സീരീസ് റെസിസ്റ്റൻസ്. പക്ഷേ കപ്പാസിറ്റർ ആണെങ്കിൽ പാരലൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഐഡിയൽ കേസിൽ തുള്ളി കറണ്ടും പാസ് ചെയ്യാൻ പാടില്ല, ഇൻഫിനിറ്റ് ആയിരിക്കണം. പക്ഷേ അത് പ്രാക്ടിക്കൽ കേസിലേക്ക് വരുമ്പം അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ കറണ്ട് പാസ് ചെയ്യും. സോ ദർ വിൽ ബി എ സ്മോൾ കറണ്ട് കാണിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഹൈ അല്ലെങ്കിൽ വെരി വെരി ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം ആ പാരലായിട്ട് കണക്ട് ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ.
ഓക്കെ. ഫോർ പ്രാക്ടിക്കൽ റെസിസ്റ്റൻസ് 6 വെരി ലാർജ് ഒക്കെ ഞാൻ പറഞ്ഞു. കപ്പാസിറ്റൻസ് ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എപ്സിലോൺ A/D ഒക്കെ ചെറിയ ക്ലാസ് പഠിച്ചാണ്. ഓക്കെ. അപ്പം ഇത്രയാണ് നമ്മളുടെ കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുക. അതിനുശേഷം നമുക്ക് സെക്കൻഡ് ഒരു കുറച്ച് പോർഷനും കൂടെ നമുക്കിങ്ങനെ പ്രീ റിക്വസിറ്റ് അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കലിൻ്റെ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ രൂപത്തിൽ ഇടും. അതിനുശേഷം നമ്മൾ ഈ സബ്ജക്റ്റിൻ്റെ ഡെപ്തിലേക്ക് പോവുകയുള്ളൂ. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഈ പോർഷൻസ് കംപ്ലീറ്റ് ഓൺ ടൈമിൽ തന്നെ കവർ ചെയ്യുക. സ്വന്തമായിട്ട് നോട്ട്സ് ഉണ്ടാക്കിയിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും അഡ്വൈസബിൾ ആയിട്ടുള്ളത്. ഓക്കെ.